എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ്റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാർട്സും പിന്നെ അതിൻ്റെ ഓരോ ഫങ്ഷൻസ്, അതായത് ടൈപ്പ്റൈറ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു, പിന്നെ ടൈപ്പ്റൈറ്ററിൻ്റെ ക്ലീനിങ്, ഓരോ പാർട്സും വിശദമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറ്റുന്നത്രത്തോളം ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഓരോ ഭാഗത്തിൻ്റെയും ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൈപ്പ്റൈറ്റർ എന്നുള്ള ആ ഒരു ഭാഗത്തു നിന്നും ലഭിക്കുന്ന 10 മാർക്ക് മുഴുവനായിട്ടും കിട്ടും. അപ്പോൾ ഇതിൽ ഫുള്ള് നോട്ട്സാണ് വരുന്നത്, നോട്ട്സും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ആണ് വരുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഹെൻറി മില്ലാണ് ടൈപ്പ്റൈറ്റർ 1714 ഇൻവെൻറ്റ് ചെയ്തത്. ഹെൻറി മിൽ ഇൻവെൻറ്റഡ് ദ ടൈപ്പ്റൈറ്റർ ഇൻ ദ ഇയർ 1714. ദർ ആർ 2 kinds ഓഫ് ടൈപ്പ്റൈറ്റർ. 2 തരത്തിലുള്ള ടൈപ്പ്റൈറ്റേഴ്സാണ് ഉള്ളത്, സ്റ്റാൻഡേർഡും പോർട്ടബിൾ ടൈപ്പ്റൈറ്ററും. സ്റ്റാൻഡേർഡും പോർട്ടബിളും. സ്റ്റാൻഡേർഡ് ടൈപ്പ്റൈറ്റർ ഈസ് യൂസ്ഡ് ഇൻ പോർട്ടബിൾ, അതായത് ഇവിടെ സ്റ്റാൻഡേർഡ് ടൈപ്പ്റൈറ്റർ ഉപയോഗിക്കുന്നത് ഓഫീസ് പർപ്പസിനും പോർട്ടബിൾ ടൈപ്പ്റൈറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ക്യാമ്പ് പർപ്പസിനുമാണ്. അതായത് പോർട്ടബിൾ ടൈപ്പ്റൈറ്റേഴ്സ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് കഴിയും. എ ടൈപ്പ്റൈറ്റർ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ഇറ്റ്സ് മേക്ക് ആൻഡ് സീരിയൽ നമ്പർ. ഒരു ടൈപ്പ്റൈറ്റർ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അത്. അതിൻ്റെ മേക്ക് നമ്പറും സീരിയൽ നമ്പറും വെച്ചിട്ടാണ് വരുന്നത്. അതിൽ വരുന്ന ടൈപ്പ്റൈറ്റർ ആരാണ് ഇൻവെൻറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ 1714 ഹെൻറി മില്ലാണ് ഇൻവെൻറ്റ് ചെയ്തത്. 2 ടൈപ്പ് ടൈപ്പ്റൈറ്റേഴ്സാണുള്ളത്, സ്റ്റാൻഡേർഡും പോർട്ടബിളും. സ്റ്റാൻഡേർഡ് ടൈപ്പ്റൈറ്റർ ഓഫീസ് പർപ്പസിനും പിന്നെ പോർട്ടബിൾ ടൈപ്പ്റൈറ്റർ ക്യാമ്പ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോർട്ടബിൾ ടൈപ്പ്റൈറ്റേഴ്സ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ ഒരു ടൈപ്പ്റൈറ്റർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ മേക്ക് നമ്പറും സീരിയൽ നമ്പറും ഉപയോഗിച്ചിട്ടാണ്. ഇനി ഞാനിവിടെ ഒരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാരേജ് റിലീസ് റിവർ, ഡെക്കൽ, ടൈപ്പ് ഗൈഡ്, അലൈൻ ടൈപ്പ്, റിബൺ, വൈബ്രേറ്റർ, റൈസ് ആൻഡ് ലോവേഴ്സ് റിബൺ, പേപ്പർ ടേബിള്, പ്ലേറ്റൺ, പേപ്പർ ഫിംഗർ, റിബൺ സ്പൂള്, ടൈപ്പ് ബാർസ്, കീ ടോപ്പ്, പ്ലേറ്റൻ നോബ്, ഫീഡ് റോളേഴ്സ്, ക്യാരേജ് റിട്ടേൺ ലിവർ, റിബൺ റിവേഴ്സ് ബട്ടൺ, ടൈപ്പ് ലിവർ, ടൈപ്പ് വീല്, സ്പേസ് ബാർ, ഷിഫ്റ്റ് കീ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്യാം, ഞാൻ എല്ലാ ഭാഗങ്ങളും പ്രത്യേകം പറയുന്നുണ്ട്. ഇനി നമുക്ക് ക്യാരേജ് എന്ന് പറയാം. ക്യാരേജ് എന്ന് പറയുന്നത് ഇവിടെ ഈ മേലത്തെ പോർഷൻ ഉണ്ടല്ലോ, അതായത് ടൈപ്പ്റൈറ്ററിൽ മൂവ് ചെയ്യുന്ന ആ ഒരു മൊത്തത്തിലുള്ള പോർഷനാണ് ക്യാരേജ് എന്ന് പറയുന്നത്. അതിലുള്ള ഒരു ചെറിയൊരു പാർട്ടാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. സിലിണ്ടർ അല്ല ക്യാരേജ് എന്നുള്ളത് മനസ്സിലാക്കുക. മേലെയുള്ള ആ മൊത്തത്തിൽ മൂവ് ചെയ്യുന്ന ആ പാർട്ടിനെയാണ് ക്യാരേജ് എന്ന് പറയുന്നത്. ക്യാരേജ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ടൈപ്പ്റൈറ്റർ വിച്ച് ഹെൽപ്സ് ടു റിസീവ് ദ ഇംപ്രഷൻ ഓഫ് ദ ടൈപ്പ് ടു മാറ്റർ. അതായത് ടൈപ്പ്റൈറ്ററിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ക്യാരേജ് എന്ന് പറയുന്നത്. അതെന്തിനാണ് സഹായിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മാറ്ററിൻ്റെ ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അത്. ദർ ആർ വേരിയസ് പാർട്സ് ഇൻ ദ ക്യാരേജ് വിച്ച് ഹെൽപ്പ് ദ ഓപ്പറേറ്റർ ടു പ്രൊഡ്യൂസ് ഇംപ്രഷൻ. അതായത് ഈ ക്യാരേജിൽ വിവിധതരം പാർട്സ് ഉണ്ട്. അത് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്യുന്ന ആളാണ്, അവർക്ക് ഇംപ്രഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ക്യാരേജ് നമുക്ക് 2 ഡയറക്ഷനിലും മൂവ് ചെയ്യാൻ പറ്റും, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യാൻ പറ്റും. നോർമലി ബൈ പുഷിംഗ് ദ തമ്പ് വീൽ or by using the carriage return lever it can be moved towards right. അപ്പോൾ ഈ തമ്പ് വീൽ എന്ന് പറയുന്നത് പ്ലേറ്റൻ നോബാണ്. തമ്പ് വീലിൻ്റെ മറ്റൊരു പേരാണ് പ്ലേറ്റൻ നോബ്. ഇപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഈ തമ്പ് വീൽ ഉപയോഗിച്ചിട്ടോ ക്യാരേജ് റിട്ടേൺ ലിവർ, അതായത് ലൈൻ സ്പേസ് ലിവറിനെയാണ് ക്യാരേജ് റിട്ടേൺ ലിവർ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് ക്യാരേജിനെ റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. ക്യാരേജ് മൂവ്സ് ടുവാർഡ്സ് ലെഫ്റ്റ് വെനെവർ സ്പേസ് ബാർ, ക്യാരക്ടർ കീ, ടാബുലേറ്റർ ബാർ, ക്യാരേജ് റിലീസ് ലിവർ ഈസ് യൂസ്ഡ്. അതായത് നമുക്ക് ഈ ക്യാരേജിനെ റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാരേജ് റിട്ടേൺ ലിവർ അല്ലെങ്കിൽ ലൈൻ സ്പേസ് ലിവർ ഉപയോഗിക്കാം. പിന്നെ തമ്പ് വീൽ അല്ലെങ്കിൽ പ്ലേറ്റൻ നോബ് ഉപയോഗിച്ചിട്ട് പുഷ് ചെയ്തിട്ട് നമുക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. അതേസമയം ലെഫ്റ്റിലേക്ക് വരുന്നത് സ്പേസ് കീ, ക്യാരക്ടർ കീ, ടാബുലേറ്റർ ബാർ, ക്യാരേജ് റിലീസ് ലിവർ ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിക്ചർ നോക്കുക, ഇതിൽ ടോപ്പിലുള്ള ആ ഒരു
പോർഷനാണ് കാരിയേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അതിന് നമുക്ക് റൈറ്റിലേക്കും മൂവ് ചെയ്യാം, അതുപോലെ തന്നെ ലെഫ്റ്റിലേക്കും മൂവ് ചെയ്യാം. അടുത്തത് സിലിണ്ടർ. സിലിണ്ടർ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേരാണ് പ്ലേറ്റൺ. ഇതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പേപ്പർ ടേബിളിൻ്റെ താഴെയായിട്ട് അവിടെ പ്ലേറ്റൺ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് സിലിണ്ടർ. സിലിണ്ടർ ഈസ് മെയ്ഡ് ഓഫ് ഹാർഡ് റബ്ബർ. സിലിണ്ടർ നിർമ്മിച്ചിരിക്കുന്നത് ഹാർഡ് റബ്ബർ ഉപയോഗിച്ചിട്ടാണ്. 3 തരത്തിലുള്ള സിലിണ്ടേഴ്സ് ഉണ്ട്: ഹാർഡ്, മീഡിയം, സോഫ്റ്റ്. സോഫ്റ്റ് സിലിണ്ടേഴ്സ് പെട്ടെന്ന് തന്നെ തേഞ്ഞ് തീരും. അതായത് സോഫ്റ്റ് സിലിണ്ടേഴ്സ് വിൽ വിയർ ഔട്ട് ഈസിലി. ടൈപ്സ് വിൽ വിയർ ഔട്ട് വെൻ ഹാർഡ് സിലിണ്ടേഴ്സ് ആർ യൂസ്ഡ്. അതേസമയം നമ്മൾ ഹാർഡ് സിലിണ്ടേഴ്സാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ടൈപ്സ്, അതായത് ഈ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ മോൾഡ് ചെയ്തിരിക്കുന്ന അക്ഷരങ്ങൾ മോൾഡ് ചെയ്തിരിക്കുന്ന ആ ഭാഗം തേഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയം സിലിണ്ടേഴ്സാണ് ഉപയോഗിക്കാറുള്ളത്. ഫോർ സ്റ്റെൻസിൽ കട്ടിംഗ് ആൻഡ് ഫോർ ടേക്കിംഗ് മോർ നമ്പർ ഓഫ് കോപ്പീസ് ഹാർഡ് സിലിണ്ടേഴ്സ് മേ ബി യൂസ്ഡ്. അതായത് സ്റ്റെൻസിൽ കട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഈ സ്റ്റെൻസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റെൻസിൽ കട്ടിങ്ങിനും പിന്നെ അതുപോലെ തന്നെ കൂടുതൽ നമ്പർ ഓഫ് കോപ്പീസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് സിലിണ്ടേഴ്സാണ് ഉപയോഗിക്കുന്നത്. ദ ഷേപ്പ് ഓഫ് ദ സിലിണ്ടർ ഈസ് റൗണ്ട്. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്, അത് റൗണ്ട് ഷേപ്പാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഫീഡ് ദ പേപ്പർ. അതുകൊണ്ട് തന്നെ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ആ പേപ്പറിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതായത് സിലിണ്ടറിനോട് പറ്റിച്ചേർത്ത് നിർത്താൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു റിസീവ് ഓൺലി വൺ ഇംപ്രഷൻ അറ്റ് ടൈം, നെയിംലി എയ്തർ ദ ലോവർ കേസ് ഓർ അപ്പർ കേസ് ക്യാരക്ടർ. അപ്പം ഇത് സിലിണ്ടറിൻ്റെ ഈ റൗണ്ട് ഷേപ്പ് എന്തിനാണ് സഹായിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇംപ്രഷൻ അറ്റ് എ ടൈം ഒരു ഇംപ്രഷൻ വരുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടൈപ്പിൽ 2 ലെറ്റേഴ്സാണ് ഉണ്ടാവുക. ക്യാപിറ്റൽ ലെറ്ററും ഉണ്ടാവും, അതുപോലെ തന്നെ സ്മോൾ ലെറ്ററും ഉണ്ടാവും. രണ്ടും ഒരേ ഇതിൽ തന്നെയാണ്, ടൈപ്പിൽ തന്നെയാണ് മോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ പ്ലേറ്റൺ അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ റൗണ്ട് ഷേപ്പ് കാരണം അതിൽ ഒരു അക്ഷരം മാത്രമേ പതിയുള്ളൂ. മനസ്സിലാക്കുക, ടൈപ്പിൽ 2 ലെറ്റേഴ്സാണ് ഉണ്ടാവുക ഓരോ ടൈപ്പിലും. അതിൽ ഒരു ഇംപ്രഷൻ മാത്രമേ, ഒരു ലെറ്ററിൻ്റെ ഇംപ്രഷൻ മാത്രമേ ഈ സിലിണ്ടറിൻ്റെ റൗണ്ട് ഷേപ്പ് കൊണ്ട് അവിടെ പതിയുള്ളൂ. അതായത് അത് ലോവർ കേസോ അല്ലെങ്കിൽ അപ്പർ കേസ് ക്യാരക്ടറോ ആവാം. തം വീൽസ് എന്ന് പറയുന്ന പ്ലേറ്റൺ നോബിനെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ക്യാരേജ് റിലീസ് ലിവറിൻ്റെ താഴെയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് പ്ലേറ്റൺ നോബ്. ദർ ആർ 2 തം വീൽസ്. രണ്ട് വശത്തായിട്ട് 2 തം വീൽസാണ് ഉള്ളത്. ദേ ആർ അതർവൈസ് കോൾഡ് പ്ലേറ്റൺ നോബ്സ്. അപ്പോൾ സിലിണ്ടറിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് പ്ലേറ്റൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേറ്റൺ വീൽസ് എന്നോ അല്ലെങ്കിൽ തമ്പ് വീൽസ് എന്നോ പ്ലേറ്റൺ നോബ്സ് എന്നോ പറയും. സിലിണ്ടർ നോബ്സ് എന്നും പറയും. തം വീൽസ് ആർ യൂസ്ഡ് ടു റൊട്ടേറ്റ് ദ സിലിണ്ടർ ഇൻ ഏതർ ഡയറക്ഷൻ ആൻഡ് ടു ഫീഡ് ദ പേപ്പർ ഓർ ടു റിമൂവ് ഇറ്റ്. അപ്പോൾ ഈ തം വീലിൻ്റെ ഉപകാരം എന്താണ്? അത് ഈ തം വീൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സിലിണ്ടറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അത് 2 ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് തം വീൽസ് എന്തിനൊക്കെയാണ് സഹായിക്കുന്നതെന്ന് വെച്ചാൽ ഈ പേപ്പറിനെ ഫീഡ് ചെയ്യാനും അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ പ്ലേറ്റൺ നോബ്സ് ഉപയോഗിക്കുന്നത്. വെൻ ദ ലൈൻ സ്പേസ് ആൻഡ് കാരേജ് റിട്ടേൺ ലിവർ ഫെയിൽസ് വി ക്യാൻ ഗെറ്റ് ദ നെക്സ്റ്റ് ലൈൻ ഓഫ് ടൈപ്പിംഗ് ബൈ ദ യൂസ് ഓഫ് തം വീൽ. അപ്പോൾ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ലൈൻ സ്പേസ് ലിവർ അല്ലെങ്കിൽ കാരേജ് റിട്ടേൺ ലിവർ പൊട്ടിപ്പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ലൈനിലേക്ക് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തം വീൽസ്. അടുത്തത് ഡ്രോ കോഡാണ്. ഡ്രോ കോഡിൻ്റെ മറ്റൊരു പേരാണ് ഡ്രോ ബാൻഡ്. വൺ എൻഡ് ഓഫ് ദ ഡ്രോ കോഡ് ഈസ് ഹുക്ഡ് ടു ദ മെയിൻ സ്പ്രിംഗ് ഡ്രം ആൻഡ് ദ അതർ എൻഡ് ഈസ് ഹുക്ഡ് ടു ദ ക്യാരേജ്. അപ്പോൾ ഈ ഡ്രോ ബാൻഡ് എന്ന് പറയുന്നത് ഈ മെയിൻ സ്പ്രിങ്ങിനെയും അതുപോലെ തന്നെ മെയിൻ സ്പ്രിംഗ് ഡ്രമ്മിനെയും ക്യാരേജിനെയും ബന്ധിപ്പിക്കുന്ന ഒരു റിബൺ പോലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഡ്രോ കോഡ് എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു പേരാണ് ഡ്രോ ബാൻഡ്. വൺ എൻഡ് ഓഫ് ദ ഡ്രോ കോഡ് ഈസ് ഹുക്ഡ് ടു ദ മെയിൻ സ്പ്രിംഗ് ഡ്രം ആൻഡ് ദ അതർ എൻഡ് ഈസ് ഹുക്ഡ് ടു ദ ക്യാരേജ്. അപ്പം ഈ ഡ്രോ കോഡ് അല്ലെങ്കിൽ ഡ്രോ ബാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന റിബൺ ഉണ്ടല്ലോ, റിബൺ പോലെയുള്ള ഒരു
ഒരു സംഭവമാണ് ഈ ഡ്രോ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ചർ എനിക്ക് കിട്ടിയിട്ടില്ല. ദ മെയിൻ സ്പ്രിംഗ് ടെൻഷൻ വിച്ച് ക്യാൻ അതർവൈസ് കോൾഡ് ക്യാരേജ് ടെൻഷൻ. അതായത് ഈ മെയിൻ സ്പ്രിംഗ് ടെൻഷൻ്റെ മറ്റൊരു പേരാണ് ക്യാരേജ് ടെൻഷൻ. അപ്പം ഈ ക്യാരേജ് ടെൻഷൻ ഈ ക്യാരേജിലേക്ക് വരുന്നത് ഡ്രോ കോഡ് വഴിയാണ്. അതായത് carriage tension is communicated to the carriage by means of draw code. It helps to carriage to move towards left. അപ്പോൾ ഈ ക്യാരേജ് ടെൻഷൻ അല്ലെങ്കിൽ മെയിൻ സ്പ്രിംഗ് ടെൻഷൻ എന്തിനാണ് സഹായിക്കുന്നതെന്ന് വെച്ചാൽ ക്യാരേജിനെ ലെഫ്റ്റ് ഭാഗത്തേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ മെയിൻ സ്പ്രിംഗ് ടെൻഷൻ അല്ലെങ്കിൽ ക്യാരേജ് ടെൻഷൻ. സിൻസ് ദ ഡ്രോ കോഡ് പുൾസ് ദ ക്യാരേജ് ടുവാർഡ്സ് ലെഫ്റ്റ് ബൈ ദ ഫോഴ്സ് ഓഫ് മെയിൻ സ്പ്രിംഗ്. അതായത് ഈ ഡ്രോ കോഡ് ക്യാരേജിനെ ലെഫ്റ്റ് ഭാഗത്തേക്ക് പുള്ളി ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മെയിൻ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇഫ് ദ ഡ്രോ കോഡ് ഈസ് കട്ട് ഓഫ് ആൻഡ് വെൻ ദ ടൈപ്പിസ്റ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഫിനിഷ് ആൻ അർജൻറ്റ് മാറ്റർ ടു ബി ടൈപ്ഡ്, ഹി ക്യാൻ കീപ് ടൈപ്പ്റൈറ്റർ സ്ലൈറ്റ്ലി റേസ്ഡ് ഓൺ ദ റൈറ്റ് സൈഡ് സോ ദാറ്റ് ദ ക്യാരേജ് ഡ്യൂ ടു ഇറ്റ്സ് വെയ്റ്റ് will still move left whenever the space bar or character key is pressed. അപ്പോൾ അർജൻറ്റായിട്ട് നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഡ്രോ കോഡ് അല്ലെങ്കിൽ ഡ്രോ ബാൻഡ് പൊട്ടിപ്പോയി. അപ്പോൾ നമുക്ക് ആ വർക്ക് ഫിനിഷ് ചെയ്യുകയും വേണം. അപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഈ ടൈപ്പ് റൈറ്ററിനെ റൈറ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് പൊക്കി വെക്കാം, എന്തെങ്കിലും വെച്ചിട്ട് പൊക്കി വെക്കാം. അതുകൊണ്ട് അങ്ങനെ ക്യാരേജ് അതിൻ്റെ വെയിറ്റ് കൊണ്ട് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ക്യാരക്ടർ കീയോ അല്ലെങ്കിൽ സ്പേസ് ബാറോ പ്രസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്താണ് മെയിൻ സ്പ്രിംഗ്. മെയിൻ സ്പ്രിംഗ് ഈസ് നോർമലി സിറ്റുവേറ്റഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ടൈപ്പ് റൈറ്റർ. അപ്പം ഈ ടൈപ്പ് റൈറ്ററിൻ്റെ ഇന്നർ ലെഫ്റ്റ് സൈഡ് എന്നാണ് കറക്റ്റായിട്ട് വരുന്നത്. മെയിൻ സ്പ്രിംഗ് എന്ന് പറയുന്നത് ടൈപ്പ് റൈറ്ററിൻ്റെ മെയിൻ പാർട്ടാണ്. ദ ഫോഴ്സ് ഓഫ് ദ മെയിൻ സ്പ്രിംഗ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ ക്യാരേജ് ബൈ മീൻസ് ഓഫ് ഡ്രോ കോഡ്. മെയിൻ സ്പ്രിംഗ് എന്ന് പറയുന്നത് ഹാർട്ട് ഓഫ് ടൈപ്പ് റൈറ്റർ എന്നും അറിയപ്പെടാറുണ്ട്. ഹാർട്ട് ഓഫ് ടൈപ്പ് റൈറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സ്പ്രിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളെ ടൈപ്പ് റൈറ്ററിൽ പ്രധാനപ്പെട്ട ടെൻഷൻ എന്ന് പറയുന്നത് മെയിൻ സ്പ്രിംഗ് ടെൻഷനാണ്. ലൈൻ സ്പേസ് ആൻഡ് ക്യാരേജ് റിട്ടേൺ ലിവർ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ലൈൻ സ്പേസ് ആൻഡ് ക്യാരേജ് റിട്ടേൺ ലിവർ. ഇപ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ ആ പിക്ചർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു സ്റ്റീൽ റോഡ് പോലെയുള്ള അതിനെയാണ് ഈ ക്യാരേജ് റിട്ടേൺ ലിവർ എന്ന് പറയുന്നത്. അതാ അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുക. The line space and carriage return lever is useful to get the next line of typing as well as to bring the carriage to the point to start. അപ്പോൾ ഈ ക്യാരേജ് റിട്ടേൺ ലിവർ അല്ലെങ്കിൽ ലൈൻ സ്പേസ് ലിവർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നെക്സ്റ്റ് ലൈൻ ഓഫ് ടൈപ്പിങ്ങിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഈ ക്യാരേജിനെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഈ ക്യാരേജ് റിട്ടേൺ ലിവർ അല്ലെങ്കിൽ ലൈൻ സ്പേസ് ലിവർ സഹായിക്കുന്നത്. രണ്ടും ഒറ്റ പേരാണ്, അത് ശ്രദ്ധിക്കണം. ലൈൻ സ്പേസ് ലിവറിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്യാരേജ് റിട്ടേൺ ലിവർ. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നതെന്ന് ചോദിച്ചാൽ ക്യാരേജിനെ ആ ഒരു പ്രിൻറ്റിങ് പോയിന്റിലേക്ക് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ക്യാരേജ് റിട്ടേൺ ലിവർ എന്നും പേര് വരുന്നുണ്ട്. അടുത്തത് ലൈൻ സ്പേസ് അഡ്ജസ്റ്റിംഗ് ലിവർ. അപ്പോൾ ഇത് അവിടെ തന്നെ ലൈൻ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ലൈൻ സ്പേസ് അഡ്ജസ്റ്റിംഗ് ലിവർ. ഇത് ഓരോ ടൈപ്പ് റൈറ്ററിലും വ്യത്യാസമാണ് ഉണ്ടാവുക. അപ്പോൾ പിക്ചർ എല്ലാത്തിൻ്റെയും ഒറ്റ ഒരു ടൈപ്പ് റൈറ്ററിൻ്റെ അല്ല കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ലൈൻ സ്പേസ് അഡ്ജസ്റ്റിംഗ് ലിവർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ലൈൻ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിക്ചർ നോക്കേണ്ട, നിങ്ങൾക്ക് എന്താണ് കാര്യം എന്നുള്ളത് പിടികിട്ടിയാൽ മതി. ലൈൻ സ്പേസ് അഡ്ജസ്റ്റിംഗ് ലിവർ ഈസ് യൂസ്ഫുൾ ടു ഗെറ്റ് സിംഗിൾ, ഡബിൾ ഓർ ട്രിപ്പിൾ ലൈൻ ആസ് അഡ്ജസ്റ്റഡ് ഡിപ്പെൻഡിങ് ഓൺ ദ റിക്വയർമെൻറ്റ്. അതായത് നമുക്ക് സിംഗിൾ ലൈൻ സ്പേസിംഗ് ആണോ, ഡബിൾ സ്പേസിംഗ് ആണോ, ട്രിപ്പിൾ ആണോ വേണ്ടത് എന്ന് നമുക്ക് നമ്മളെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലിവറാണ് ലൈൻ സ്പേസ് അഡ്ജസ്റ്റിംഗ് ലിവർ. അപ്പോൾ ഈ ഹാഫ് സ്പേസ് ഡിവൈസ്, അതായത് നമുക്കറിയാം ഈ സിംഗിളും ഡബിളും ട്രിപ്പിളും അല്ലാതെ 1.5, 2.5 എന്നീ സ്പേസിങ്ങും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് ഈ ഒരു ലൈൻ സ്പേസ് അഡ്ജസ്റ്റിംഗ് ലിവർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നോർമലി നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ 1, 1.5, 2
2.5, 3 എന്നിങ്ങനെയുള്ള സ്പേസിംഗ് ആണ് വരുന്നത്. നോർമലി കൊമേഴ്ഷ്യൽ ലെറ്റേഴ്സ് ആർ ടൈപ്ഡ് ഇൻ സിംഗിൾ ലൈൻ സ്പേസിംഗ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുന്നത് സിംഗിൾ ലൈൻ സ്പേസിങ്ങിലാണ്. ഓഫീസ് നോട്ട്സും ഡോക്യുമെൻറ്റ്സും ഡബിൾ ലൈൻ സ്പേസിങ്ങിലാണ് വരുന്നത്. ആൻഡ് ഡ്രാഫ്റ്റ്സ് വിച്ച് റിക്വയർ കറക്ഷൻ ആർ ടൈപ്ഡ് ഇൻ ട്രിപ്പിൾ ലൈൻ സ്പേസിംഗ്. അപ്പം ട്രിപ്പിൾ ലൈൻ സ്പേസിങ്ങിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഡ്രാഫ്റ്റ്, അതായത് എന്തെങ്കിലും കറക്ഷന് വേണ്ടിയിട്ട് വരുന്ന ഡ്രാഫ്റ്റുകൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ട്രിപ്പിൾ ലൈൻ സ്പേസിങ്ങിലാണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഈ ലാസ്റ്റ് പറഞ്ഞ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. കൊമേഴ്ഷ്യൽ ലെറ്റേഴ്സ് ആർ ടൈപ്ഡ് ഇൻ സിംഗിൾ ലൈൻ സ്പേസിംഗ്. ഓഫീസ് നോട്ട്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ആർ ടൈപ്ഡ് ഇൻ ഡബിൾ ലൈൻ സ്പേസിംഗ്. ഡ്രാഫ്റ്റ് വിച്ച് റിക്വയർ കറക്ഷൻ ആർ ടൈപ്ഡ് ഇൻ ട്രിപ്പിൾ ലൈൻ സ്പേസിംഗ്. ഇനി പേപ്പർ ടേബിളാണ് വരുന്നത്. പേപ്പർ ടേബിൾ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പേപ്പർ ടേബിൾ കണ്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും. അപ്പം നമ്മൾ നേരത്തെ കണ്ട ഒരു ചിത്രത്തിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് പേപ്പർ ടേബിൾ. ഇതാ ഇവിടെ ടോപ്പിൽ കണ്ടില്ലേ പേപ്പർ ടേബിൾ, അതായത് നമ്മൾ പേപ്പർ ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗത്തിനാണ് പേപ്പർ ടേബിൾ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഏറ്റവും ടോപ്പിൽ പേപ്പർ ടേബിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നില്ല, ഞാൻ ഇൻസേർട്ട് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. ഓക്കെ, ദിസ് ഈസ് യൂസ്ഫുൾ ടു സീ ദാറ്റ് ദ പേപ്പർ ഡസ് നോട്ട് ഗെറ്റ് സ്പോയിൽഡ്. അതായത് പേപ്പർ നാശാവാതെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത് ആ ഒരു മെഷീന് വളരെയധികം ഓയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ള മെഷീനാണ്. അപ്പോൾ ഈ മെഷീനിൽ നമ്മൾ പേപ്പർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ പേപ്പർ സ്പോയിലാവാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്, നാശാവാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ പേപ്പർ ഫ്രം ഫാളിങ് ഓൺ ദ പാർട്സ് വിച്ച് മൈറ്റ് ഹാവ് ബീൻ ഓയിൽഡ്. അതായത് ഓയിലി പാർട്സിൽ നിന്നും ഈ പേപ്പറിനെ സംരക്ഷിക്കുന്ന ഭാഗമാണ് പേപ്പർ ടേബിൾ എന്ന് പറയുന്നത്. ദ പേപ്പർ ഈസ് റെസ്റ്റിംഗ് ഓൺ ദ പേപ്പർ ടേബിൾ വിച്ച് ഈസ് ഓൾസോ കോൾഡ് പേപ്പർ ഷെൽഫ്. അപ്പോൾ പേപ്പർ ടേബിളിൻ്റെ മറ്റൊരു പേരാണ് പേപ്പർ ഷെൽഫ്. ഇനി പേപ്പർ ഗൈഡ് നോക്കാം. ഇതവിടെ ഫസ്റ്റ് ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് പേപ്പർ ഗൈഡ് എന്ന് പറഞ്ഞിട്ട്. ഈ ഡാർക്ക് കളറിൽ കൊടുത്തിട്ടുള്ള ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് കണ്ടില്ലേ പേപ്പർ ഗൈഡ് ആണ് വരുന്നത്. പേപ്പർ ഗൈഡ്, ദ പേപ്പർ ഗൈഡ് ഈസ് അതർവൈസ് കോൾഡ് ലെഫ്റ്റ് മാർജിനൽ ഗൈഡ്. അപ്പോൾ ഈ പേപ്പർ ഗൈഡിൻ്റെ മറ്റൊരു പേരാണ് ലെഫ്റ്റ് മാർജിനൽ ഗൈഡ്. ദിസ് ഹെൽപ്സ് ടു ഗെറ്റ് യൂണിഫോം ലെഫ്റ്റ് ഹാൻഡ് മാർജിൻ ഓൺ ഓൾ സക്സസീവ് ഷീറ്റ്സ്. അപ്പോൾ ഈ പേപ്പർ ഗൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്ത് തരം പേപ്പറാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും എല്ലാത്തിനും യൂണിഫോം ആയിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡ് മാർജിൻ വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പേപ്പർ ഗൈഡ് എന്ന് പറയുന്നത്. അടുത്തത് പേപ്പർ റിലീസ് ലിവർ നോക്കാം. പേപ്പർ റിലീസ് ലിവർ എവിടെ വേണമെങ്കിലും ഉണ്ടാവും. ഇതവിടെ ഈ റൈറ്റ് സൈഡിലായിട്ട് പേപ്പർ റിലീസ് ലിവർ കൊടുത്തിട്ടുണ്ട്, കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. പേപ്പർ റിലീസ് ലിവർ ക്യാൻ അതർവൈസ് ബി കോൾഡ് ഫീഡ് റോൾ റിലീസ് ലിവർ. ബൈ ഓപ്പറേറ്റിംഗ് ദിസ് എ നമ്പർ ഓഫ് ഷീറ്റ്സ് ക്യാൻ ബി ഈസിലി ഇൻസേർട്ടഡ് ആൻഡ് റിമൂവ് ഫ്രീലി. അപ്പോൾ ഈ പേപ്പർ റിലീസ് ലിവർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ലിവർ ഓപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറേയധികം ഷീറ്റ്സ് ഓഫ് പേപ്പർ ഇൻസേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് റിമൂവ് ചെയ്യാനോ കഴിയും. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പേരാണ് ഫീഡ് റോൾ റിലീസ് ലിവർ. ദിസ് ഈസ് ഓൾസോ യൂസ്ഫുൾ ഫോർ അഡ്ജസ്റ്റിംഗ് പേപ്പർ. അതായത് പേപ്പർ അഡ്ജസ്റ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ലിവറാണ് പേപ്പർ റിലീസ് ലിവർ. ഇൻ ദ നോർമൽ പൊസിഷൻ feed rolls will be close to the cylinder. When this lever is used, feed rolls are moved little away from it. അതായത് സാധാരണ ഈ ഫീഡ് റോൾസ് സിലിണ്ടറിന് ക്ലോസ് ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഈ പേപ്പർ റിലീസ് ലിവർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീഡ് റോൾസ് കുറച്ച് സിലിണ്ടറിൽ നിന്നും കുറച്ച് അകന്ന് പോവുകയും പേപ്പർ നമുക്ക് എടുക്കാനും സഹായകമാവും. അതുകൊണ്ട് തന്നെയാണ് ഫീഡ് റോൾ റിലീസ് ലിവർ എന്നും ഈ പേപ്പർ റിലീസ് ലിവർ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പേപ്പറിനെ ഫേമായിട്ട് ആ ഒരു സിലിണ്ടറിലേക്ക് വരുന്നതിനാണ്, അങ്ങനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഫീഡ് റോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേപ്പർ റിലീസ് ലിവർ
നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ ഈ ഫീഡ് റോൾസ് കുറച്ച് മാറും. ആ സിലിണ്ടറിൽ നിന്നും ഒരു പിടുത്തം കുറച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫീഡ് റോൾ റിലീസ് ലിവർ എന്നും അറിയപ്പെടുന്നത്. ഫീഡ് റോളേഴ്സ്. ദർ ആർ 2 sets ഓഫ് ഫീഡ് റോളേഴ്സ് അണ്ടർ ദ സിലിണ്ടർ. ഫീഡ് റോളേഴ്സ് കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ സിലിണ്ടറിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. 2 sets ആണ്. അതായത് ഒരു സെറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ടോട്ടൽ 4 ഫീഡ് റോൾസ് ആണുള്ളത്. വെൻ ദ ഫീഡ് റോളേഴ്സ് ആർ ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് ദ സിലിണ്ടർ, ദേ ഹെൽപ്പ് ടു ഹോൾഡ് ദ പേപ്പർ ഫേംലി. ടു അഡ്ജസ്റ്റ് ദ പേപ്പർ, ദ ഫീഡ് റോൾസ് ആർ സ്ലൈറ്റ്ലി റിലീസ്ഡ് ബൈ ദി യൂസ് ഓഫ് ഫീഡ് റോൾ റിലീസ് ലിവർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓരോ ഫങ്ഷൻസും ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ പറയുന്നത് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കാം. ഒന്നുകൂടി വീഡിയോ കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം 2 സെറ്റ് ഫീഡ് റോളേഴ്സാണ് ഉണ്ടാകുന്നത്. അതായത് 4 ഫീഡ് റോളേഴ്സാണ് ഉണ്ടാകുന്നത്. അത് സിലിണ്ടറിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഫീഡ് റോളേഴ്സ് സിലിണ്ടറുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ പേപ്പർ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന പേപ്പർ ഫേമായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫീഡ് റോളേഴ്സ് സഹായിക്കുന്നു. പിന്നെ ഈ പേപ്പർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫീഡ് റോൾ റിലീസ് ലിവർ അല്ലെങ്കിൽ പേപ്പർ റിലീസ് ലിവർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ ഫീഡ് റോളേഴ്സ് സ്ലൈറ്റായിട്ട് റിലീസാവും. ഇനി ക്യാരേജ് റിലീസ് ലിവേഴ്സ് നോക്കാം. ഇതാ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ക്യാരേജ് റിലീസ് ലിവർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, പിക്ചർ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദർ ആർ 2 ക്യാരേജ് റിലീസ് ലിവേഴ്സ്, 1 ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ക്യാരേജ്. അപ്പം ക്യാരേജിൻ്റെ 2 ഭാഗത്തായിട്ട് 2 ക്യാരേജ് റിലീസ് ലിവേഴ്സാണുള്ളത്. വെൻ ദ ക്യാരേജ് റിലീസ് ലിവർ ഈസ് പ്രസ്ഡ്, ദ ക്യാരേജ് ഡാഷസ് ടുവാർഡ്സ് ലെഫ്റ്റ്. ബൈ യൂസിങ് the carriage release lever, the carriage can be moved in both the directions. This is useful to see that the oil is evenly spread in the railroad channels or carriage rails. അതായത് 2 ക്യാരേജ് റിലീസ് ലിവേഴ്സ് ആണുള്ളത്. അതായത് ക്യാരേജിൻ്റെ 2 സൈഡിലായിട്ട് ഓരോരോ ക്യാരേജ് റിലീസ് ലിവേഴ്സ് ആണുള്ളത്. അപ്പം ഒരു ക്യാരേജ് റിലീസ് ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാരേജ് ലെഫ്റ്റ് ഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യും, അല്ലെങ്കിൽ ഡാഷസ് ടുവാർഡ്സ് ലെഫ്റ്റ്. ബൈ യൂസിങ് ക്യാരേജ് റിലീസ് ലിവേഴ്സ്, ദ ക്യാരേജ് ക്യാൻ ബി മൂവ്ഡ് ഇൻ ബോത്ത് ദ ഡയറക്ഷൻസ്. 2 ഡയറക്ഷനിലേക്കും നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഓയിൽ ഈ വെറോഡ് ചാനൽസിലൂടെ അല്ലെങ്കിൽ ക്യാരേജ് റെയിൽസിലൂടെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. അടുത്തത് വേരിയബിൾ ലൈൻ സ്പേസറാണ്. വേരിയബിൾ ലൈൻ സ്പേസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് ഭാഗത്ത് നോക്കുക, 3, 4, 5, 6ാമത്തെ ഇതിലായിട്ട് വേരിയബിൾ ലൈൻ സ്പേസർ കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് എനി ഫ്രാക്ഷൻ ഓഫ് സ്പേസ് ബിറ്റ്വീൻ ലൈൻസ്. ദിസ് ഈസ് ഓൾസോ യൂസ്ഫുൾ ടു ടൈപ്പ് ഓൺ റൂൾഡ് ഷീറ്റ്സ്, ടു ടൈപ്പ് കെമിക്കൽ ഫോർമുല, ടു ഡു റീഇൻസേർഷൻ വർക്ക് ആൻഡ് ടു ടൈപ്പ് കോമ്പിനേഷൻ ക്യാരക്ടേഴ്സ്. അതായത് ഈ വേരിയബിൾ ലൈൻ സ്പേസർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫ്രാക്ഷൻ ഓഫ് സ്പേസ് ബിറ്റ്വീൻ ലൈൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് റൂൾഡ് ഷീറ്റ്സിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കെമിക്കൽ ഫോർമുലാസ് ടൈപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ റീഇൻസേർഷൻ വർക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ കോമ്പിനേഷൻ ലെറ്റേഴ്സ് ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് ഈ വേരിയബിൾ ലൈൻ സ്പേസറിൻ്റെ ഉപയോഗം. അടുത്തത് ഡിറ്റ് ആൻഡ് റിലീസ് ലിവർ. ഡിറ്റ് ആൻഡ് റിലീസ് ലിവർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നോക്കട്ടെ. കാണുന്നില്ല. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ സെയിം പർപ്പസ് ഫോർ വിച്ച് വേരിയബിൾ ലൈൻ സ്പേസർ ഈസ് യൂസ്ഡ്. വൈൽ യൂസിങ് ഡിറ്റ് ആൻഡ് റിലീസ് ലിവർ, ദ കോണ്ടാക്ട് ബിറ്റ്വീൻ cylinder ratchet wheel and the lit and rollers ceases. When the variable line spacer is used, the cylinder rotates independently, whereas when the lit and release lever is used, the cylinder rotate with ratchet wheel. അതായത് ഈ ഡിറ്റ് ആൻഡ് റിലീസ് ലിവർ ഉപയോഗിക്കുന്നത് വേരിയബിൾ ലൈൻ സ്പേസർ ഉപയോഗിക്കുന്ന സെയിം പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഡിറ്റ് ആൻഡ് റിലീസ് ലിവർ ഉപയോഗിക്കുമ്പം സിലിണ്ടർ റാച്ചറ്റ് വീലും ഡിറ്റ് ആൻഡ് റോളേഴ്സും ആയിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റ് സീസ് ചെയ്യും. അതേസമയം
വേരിയബിൾ ലൈൻ സ്പേസർ ഉപയോഗിക്കുമ്പം സിലിണ്ടർ ഇൻഡിപെൻഡൻ്റ്ലി റൊട്ടേറ്റ് ചെയ്യും, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഡിറ്റൻറ്റ് റിലീസ് ലിവർ ഉപയോഗിക്കുമ്പം ഈ സിലിണ്ടർ റാച്ചറ്റ് വീലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഓവർ ഹെഡ് പേപ്പർ ബെയിൽ ആൻഡ് ഓവർ ഹെഡ് പേപ്പർ ബെയിൽ റോൾസ്. അപ്പോൾ ഇവിടെ പേപ്പർ ബെയിൽ ഇതവിടെ എന്തായിരുന്നു പറഞ്ഞത്, ഓവർ ഹെഡ് പേപ്പർ ബെയിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ രണ്ടാമത്തത് പേപ്പർ ബെയിൽ, അത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓവർ ഹെഡ് പേപ്പർ ബെയിൽ ആൻഡ് ഓവർ ഹെഡ് പേപ്പർ ബെയിൽ റോഡ്സ്. അതായത് ഈ പേപ്പറിൻ്റെ മുകളിലേക്ക് വരുന്ന ആ ഒരു സ്കെയില് പോലെയുള്ള ആ സംഭവം, അതായത് പേപ്പറിനെ കറക്റ്റായിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള അതിനെയാണ് പേപ്പർ ബെയിൽ എന്ന് പറയുന്നത്. പേപ്പർ ബെയിൽ. This helps to see that the paper does not fail in front towards the operator on the keyboard. This helps to type till the bottom edge of the paper. അതായത് നിങ്ങൾക്കറിയാം, ഈ പേപ്പർ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഇതുപോലെ ചതുരം പോലെ, അതായത് പേപ്പറിൻ്റെ താഴേക്ക് നിർത്തും. അതായത് താഴേക്കൊരു വടി പോലെ നിർത്തുന്ന ആ സംഭവമാണ് ഈ ഓവർ ഹെഡ് പേപ്പർ ബെയിലും. അതിൻ്റെ മുകളിൽ ചെറിയ റോൾസ് ഉണ്ട്, അതിനെയാണ് ഈ ഓവർ ഹെഡ് പേപ്പർ ബെയിൽ റോൾസ് എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ പേപ്പർ ഫ്രണ്ട് ഭാഗത്തേക്ക് വരാതെ സംരക്ഷിക്കുന്നുണ്ട്. അതായത് കീബോർഡിൻ്റെ സൈഡിലേക്ക് വരാതെ സംരക്ഷിക്കുകയും പിന്നെ അതുപോലെ തന്നെ ആ ഒരു പേപ്പറിൻ്റെ എൻഡ് വരെ ടൈപ്പ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഇനി ടൈപ്പ് ബാർ സ്ട്രൈക്സ് അഗെയിൻസ്റ്റ് ദ സിലിണ്ടർ ആൻഡ് പ്രൊഡ്യൂസസ് ഇംപ്രഷൻ. ഇവിടെ ടൈപ്പ് ബാർ എന്ന് പറയുന്നത് ഞാനിവിടെ സെഗ്മെൻറ്റിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇവിടെ നോക്കാം, ഈ ടൈപ്പ് ബാർ എന്ന് പറയുന്നത് ഈ ഓരോ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടല്ലോ, അതിനാണ് ഈ ടൈപ്പ് ബാർ എന്ന് പറയുന്നത്. 2 ലെറ്റേഴ്സാണ് ഒരു ടൈപ്പ് ബാറിലുള്ളത്, സ്മോൾ ലെറ്ററും അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററും വരുന്നുണ്ട്. എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അതെന്താണെന്നുള്ളത് നോക്കാം. Type bar strikes against the cylinder and produces impression. The typeface which produce impression is soldered in the type bar. അപ്പോൾ ഈ ടൈപ്പ് ബാറിൽ ഈ ഇംപ്രഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഫേസ് സോൾഡർ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ബാർസ് വിൽ പാസ് ത്രൂ ദ ടൈപ്പ് ഗൈഡ് one at a time and strike against the cylinder. The heel of the type bar is responsible for the movement of the carriage or to cause step by step movement of carriage. അപ്പോൾ ഈ ടൈപ്പ് ബാർ എന്ന് പറയുന്നത് ടൈപ്പ് ഫേസ് സോൾഡർ ചെയ്തിരിക്കുന്ന ടൈപ്പ് ബാറിലാണ്. അത് ഇംപ്രഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അതായത് ഈ ടൈപ്പ് ബാർസ് ടൈപ്പ് ഗൈഡിലൂടെ പാസ് ചെയ്ത് ഒരു ഇംപ്രഷൻ അറ്റ് എ ടൈം സ്ട്രൈക്ക്, അതായത് സിലിണ്ടറിലേക്ക് സ്ട്രൈക്ക് ചെയ്തിട്ട് ഒറ്റ ഒരു ഇംപ്രഷൻ അറ്റ് എ ടൈം വരുന്നതിനാണ് സഹായിക്കുന്നത്. ഇനി ടൈപ്പ് ഗൈഡ് നോക്കുക, ഈ പിക്ചറിൽ കാണാം. ടൈപ്പ് ഗൈഡ് എന്ന് പറയുന്നത് ടൈപ്പ് ഗൈഡ് നോക്കുക. ടൈപ്പ് ഗൈഡ് വിച്ച് അതർവൈസ് കോൾഡ് സെഗ്മെൻറ്റ് ഗൈഡ്. കോമൺ സെൻറ്റർ printing point allows only one type bar to enter at a time and strike against the cylinder. It helps to get good alignment. If the type guide is worn out, it will result in bad alignment. അതായത് ടൈപ്പ് ഗൈഡ് എന്ന് പറയുന്ന ഈ മുന്നിലുള്ള ഈ ഇതുപോലെയല്ലേ ആ സെഗ്മെൻറ്റിൻ്റെ ഭാഗത്ത് വരുന്ന സംഭവമാണ്, മുന്നിൽ ആ പതിയുന്ന ഭാഗത്തിനെയാണ് ഈ ടൈപ്പ് ഗൈഡ് എന്ന് പറയുന്നത്. ടൈപ്പ് ഗൈഡ് വിച്ച്
അതർവൈസ് കോൾഡ് സെഗ്മെൻറ്റ് ഗൈഡ് കോമൺ സെൻറ്റർ പ്രിൻറ്റിംഗ് പോയിൻ്റ്. അതായത് ആ സെൻറ്റർ ഭാഗത്തുള്ള ഈ ഇത് റിബൺ മൂവിയില്ല, അതിൻ്റെ സെൻറ്ററിൽ രണ്ട് പല്ല് പോലെ കാണുന്നില്ല, അതിനെയാണ് ഈ ടൈപ്പ് ഗൈഡ് എന്ന് പറയുന്നത്. അതിനെ പറയുന്ന മറ്റ് പേരുകളാണ് സെഗ്മെൻറ്റ് ഗൈഡ്, കോമൺ സെൻറ്റർ, പ്രിൻറ്റിംഗ് പോയിൻ്റ്. അതായത് ഒരു സമയത്ത് ഒറ്റൊരു ടൈപ്പ് ബാറിനെ എൻ്റർ ചെയ്യുകയും അതിന് സിലിണ്ടറിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് ഒരു ഇംപ്രഷൻ അറ്റ് എ ടൈം പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റ് ഗുഡ് അലൈൻമെൻറ്റ്. ഗുഡ് അലൈൻമെൻറ്റിന് സഹായിക്കുന്നതാണ് ടൈപ്പ് ഗൈഡ് എന്ന് പറയുന്നത്. ഇഫ് ദ ടൈപ്പ് ഗൈഡ് ഈസ് വോൺ ഔട്ട് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ബാഡ് അലൈൻമെൻറ്റ്. ബാഡ് അലൈൻമെൻറ്റിന് അതായത് ഈ ടൈപ്പ് ഗൈഡ് നാശമായി പോയിട്ടുണ്ടെങ്കിൽ, തേഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് ബാഡ് അലൈൻമെൻറ്റിന് റിസൾട്ട് ആവും. ലൈൻ ഫൈൻഡർ. The line finder is also called aligning scale in some typewriters. This will ensure adjusting the paper to the same line of typing for reinsertion work. ഇവിടെ ലൈൻ ഫൈൻഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ റൈറ്റ് ഭാഗത്ത് മൂന്നാമത്തതായിട്ട് ലൈൻ ഫൈൻഡർ, അതാണ് ലൈൻ ഫൈൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ലൈൻ ഫൈൻഡർ എന്ന് പറയുന്നത് ചില ടൈപ്പ് റൈറ്റേഴ്സിൽ അലൈനിങ് സ്കെയിൽ എന്നും അറിയപ്പെടാറുണ്ട്. അതായത് നമ്മൾ റീഇൻസേർഷൻ വർക്ക്, ഒരു വർക്ക് ചെയ്തിട്ട് പകുതിയാക്കി പിന്നീട് നമ്മൾ വല്ലപ്പോഴും വന്നിട്ട് അതേ വർക്ക് റീഇൻസേർഷൻ ചെയ്യുമ്പോൾ ആ ലൈന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ലൈൻ ഫൈൻഡർ എന്ന് പറയുന്നത്. കാർഡ് ഹോൾഡേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ ഇവിടെ ടോപ്പിലായിട്ട് എഴുതിയിട്ടുണ്ട് കാർഡ് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അതാണ് കാർഡ് ഹോൾഡേഴ്സ്. കാർഡ് ഹോൾഡേഴ്സ് ആർ യൂസ്ഫുൾ ടു ടൈപ്പ് ഓൺ പോസ്റ്റ് കാർഡ്സ്. പോസ്റ്റ് കാർഡ്സിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർഡ് ഹോൾഡേഴ്സ് ഉപയോഗിക്കുന്നത്. ഇനി ഡിഫറെൻറ്റ് സ്കെയിൽസ് ആണ്, അതായത് ടൈപ്പ് റൈറ്ററിലുള്ള ഡിഫറെൻറ്റ് സ്കെയിൽസ് ആണ് വരുന്നത്. ഇൻ ദ ടൈപ്പ് റൈറ്റർ ദർ ആർ ഡിഫറെൻറ്റ് സ്കെയിൽസ്, നെയിംലി കാരേജ് സ്കെയിൽ, പേപ്പർ ബെയിൽ സ്കെയിൽ, അലൈനിങ് സ്കെയിൽ ആൻഡ് മാർജിനൽ സ്കെയിൽ. ദ കാരേജ് സ്കെയിൽ ഈസ് യൂസ്ഫുൾ ഫോർ ടൈപ്പിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാറ്റേഴ്സ്. അപ്പോൾ കാരേജ് സ്കെയിൽ ഉപയോഗിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മാറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരേജ് സ്കെയിൽ ഉപയോഗിക്കുന്നത്. ഇൻ സം ടൈപ്പ് റൈറ്റേഴ്സ് വേർ കാരേജ് സ്കെയിൽ ഈസ് നോട്ട് പ്രൊവൈഡഡ് പേപ്പർ ബെയിൽ സ്കെയിൽ ഈസ് യൂസ്ഡ് ഫോർ സെയിം പർപ്പസ്. അതായത് ഞാൻ പറഞ്ഞു പേപ്പർ ബെയിൽ എന്ന് പറയുന്നത് ആ പേപ്പറിന് മുകളിലേക്ക് വരുന്ന ആ ഒരു പേപ്പർ ബെയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ ഇങ്ങനെ 3 റൗണ്ടിൽ വരുന്ന ഒരു വടി പോലത്തെ ഒരു സംഭവം കണ്ടിട്ടില്ലേ, അതാണ് ഈ പേപ്പർ ബെയിൽ സ്കെയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഇത് കൊടുത്തിട്ടുണ്ടാവും, എത്ര ഇഞ്ചസ് ആണ് അതിൻ്റെ അളവ് എത്രയാണോ അത് കൊടുത്തിട്ടുണ്ടാവും. അത് ഈ ഒരു കാരേജ് സ്കെയിലിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ മാറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മാർജിനൽ സ്കെയിൽ ഈസ് യൂസ്ഡ് ഫോർ സെറ്റിംഗ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ്. അപ്പോൾ ഈ മാർജിനൽ സ്കെയിൽ ഉപയോഗിക്കുന്നത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മാർജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർജിനൽ സ്കെയിൽ ഉപയോഗിക്കുന്നത്. ഇനി മാർജിനൽ സ്റ്റോപ്സ് നോക്കാം. ദർ ആർ 2 മാർജിനൽ സ്റ്റോപ്സ്. വൺ ഈസ് കോൾഡ് ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ് ആൻഡ് അതർ ഈസ് കോൾഡ് റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ്. ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് യൂണിഫോം മാർജിൻ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. Right marginal stop is useful to get uniform margin to the extent possible. On the right side, right marginal stop is also responsible for causing bell action and line lock action. അപ്പോൾ എത്ര മാർജിനൽ സ്റ്റോപ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 2 മാർജിനൽ സ്റ്റോപ്സ് ആണ്. ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ് പിന്നെ റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് എന്നാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ് ഉപയോഗിക്കുന്നത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ യൂണിഫോം മാർജിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്പ് ഉപയോഗിക്കുന്നത്. റൈറ്റ് മാർജിനൽ സ്റ്റോപ്പിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഒന്നിലധികം യൂസസ് ഉണ്ട്. യൂണിഫോം മാർജിൻ ടു ദ എക്സ്റ്റെൻറ്റ് പോസിബിൾ, നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് കിട്ടാൻ പറ്റുന്ന എൻഡ് വരെ, ആ ഒരു ലൈനിൻ്റെ എൻഡ് വരെ എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സ്റ്റെൻറ്റ്. പിന്നെ അതുപോലെ തന്നെ ഈ ബെൽ ആക്ഷൻ എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡ് മാർജിന് എത്തുന്നതിന് ഒരു 5 സ്പേസ് മുന്നെയാണ് ബെൽ സൗണ്ട് കേൾക്കുന്നത്. ഇത് നമുക്ക് ആ ഒരു ലൈനിൻ്റെ എൻഡ് എത്താനായി എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്ന ആൾക്ക് ആ ഒരു ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഈ ബെൽ ആക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൈൻ ലോക്ക് ആക്ഷനാണ് വരുന്നത്. ഈ റൈറ്റ് മാർജിൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ലൈനിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ആ ലൈനിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റേഴ്സ് അവിടെ പതിയില്ല.
അതായത് ലെറ്റേഴ്സ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് പതിയുന്നതിന് തടയുന്ന ഒരു ഭാഗമാണ് ഈ റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഈ ലെറ്റേഴ്സ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് പതിയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് പൈലിംഗ് എന്ന് പറയുന്നത്. പൈലിംഗ് എന്നുള്ള ആ ഒരു പ്രോസസ്സിൻ്റെ പേര് പല പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് മാർജിൻ റിലീസർ. ഇവിടെ പേപ്പർ റിലീസ് ലിവർ ഉണ്ട്. ഏതൊരു പിക്ചറിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇതിൽ കാണുന്നില്ല. ഓക്കെ, അടുത്ത് നോക്കാം. മാർജിൻ റിലീസർ. വെൻ ദ ക്യാരേജ് കംസ് ടു എൻഡ് ഓഫ് ദ ലൈൻ ആൻഡ് ഇഫ് 1 or 2 letters are to be typed, the margin releaser is used and a few letters are typed without disturbing the right marginal stop. അതായത് ആ ഒരു ലൈനിൻ്റെ എൻഡ് എത്തിപ്പോയി, നമുക്കിപ്പോൾ 1 or 2 ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യണം. അപ്പം നമ്മൾ മാർജിൻ റിലീസർ ഉപയോഗിച്ചിട്ട് മാർജിൻ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ആ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യും. അതിനെയാണ് ഈ മാർജിൻ റിലീസർ എന്ന് പറയുന്നത്. Similarly, to type marginal notes on the left hand side, margin releaser can be used without disturbing the left marginal stop. അതായത് ഈ മാർജിനൽ സ്റ്റോപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള മാർജിനൽ സ്റ്റോപ്പ് സഹായിക്കുന്നത് മാർജിനൽ നോട്ട്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ടാബുലേറ്റർ ആണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഈ റൈറ്റ് ഭാഗത്തേക്ക് എൻഡിലേക്ക് നോക്കുക. ടാബ്ലേറ്റർ കീ, ടാബ്ലേറ്റർ ക്ലിയർ കീ, മാർജിൻ റിലീസ് കീ ഇതാ ഇവിടെ ഉണ്ട്. മാർജിൻ റിലീസ് കീ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാബ്ലേറ്റർ സെറ്റ് കീ ഉണ്ട്, റൈറ്റ് ഷിഫ്റ്റ് കീ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ടാബ്ലേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ടൈപ്പിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാറ്റേഴ്സ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ മാറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാബുലേറ്റർ ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ സ്പേസ് ബാർ എ നമ്പർ ഓഫ് ടൈംസ് ടു ഗെറ്റ് ടു ദ പെർട്ടിക്കുലർ ഡിഗ്രി റിക്വയർഡ് ബൈ ദ യൂസ് ഓഫ് ടാബുലേറ്റർ ബാർ അറ്റ് വൺ സ്ട്രോക്ക് ദ ക്യാരേജ് ക്യാൻ ബി ടേക്കൺ ടു ദാറ്റ് പോയിന്റ്. അപ്പോൾ ഈ ടാബുലേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മാറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് പെട്ടെന്ന് തന്നെ ക്യാരേജിന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാബുലേറ്റർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ സ്പേസ് ബാർ കുറേ തവണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ടാബുലേറ്റർ ബാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാരേജിന് ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഫോർ ഈച്ച് ഡിഗ്രി എ ടാബുലേറ്റർ സ്റ്റോപ്പ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ മെഷീൻ. അപ്പോൾ മെഷീനിൽ ഓരോ ഡിഗ്രിക്കും ടാബുലേറ്റർ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. വെൻ ദ ടാബുലേറ്റർ ഈസ് പ്രസ്ഡ് ദ ക്യാരേജ് ഡാഷസ് ടുവാർഡ്സ് ലെഫ്റ്റ് ആൻഡ് സ്റ്റോപ്സ് അറ്റ് ദ ഡിഗ്രി അറ്റ് വിച്ച് ടാബുലേറ്റർ സ്റ്റോപ്പ് ഈസ് സെറ്റ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ടാബുലേറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാരേജ് ലെഫ്റ്റ് ഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ വരികയും പിന്നെ നമ്മൾ ടാബുലേറ്റർ സ്റ്റോപ്പ് എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ വന്ന് നിൽക്കുകയും ചെയ്യും. ദ സ്റ്റോപ്പ് ദാറ്റ് ഈസ് സെറ്റ് ക്യാൻ ബി ലിഫ്റ്റഡ് by the use of tabulator clear key in the same manner as the tabulator set key is used. അപ്പോൾ ഈ ടാബുലേറ്റർ സെറ്റ് കീ വെച്ചിട്ട് നമ്മൾ ഒരു ടാബ് ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി നമുക്ക് ആ ടാബിനെ റിലീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാബുലേറ്റർ ക്ലിയർ കീ ആണ് ഉപയോഗിക്കുന്നത്. റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇതിലുണ്ടോ നോക്കാം. ഇതിൽ റിബൺ കളർ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. റിബൺ കളർ ഇൻഡിക്കേറ്ററാണ് റിബൺ പൊസിഷൻ റിബൺ കളർ സെലക്ടർ എന്നുള്ളതാണ് ഇവിടെ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്ററിന് പകരം കൊടുത്തിട്ടുള്ളത്. അത് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഈസ് അതർവൈസ് കോൾഡ് കളർ ഇൻഡിക്കേറ്റർ. അപ്പം അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓർ ബൈക്രോം ഡിവൈസ്. അപ്പം ഈ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്ററിന് പറയുന്ന മറ്റൊരു പേരാണ് കളർ ഇൻഡിക്കേറ്റർ ഓർ ബൈക്രോം ഡിവൈസ്. അപ്പോൾ ഇവിടെ കൊടുത്തുള്ള ഈ പിക്ചറിൽ കൊടുത്തുള്ള പേരെന്താണ്? റിബൺ കളർ സെലക്ടർ എന്നുള്ളതാണ് അതിന് പകരം കൊടുത്തിട്ടുള്ള പേര്. ബൈ ദ യൂസ് ഓഫ് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ വി ക്യാൻ യൂസ് ഫുൾ വിഡ്ത്ത് ഓഫ് ദ റിബൺ. അതായത് ആ ഒരു റിബണിൻ്റെ ഫുൾ വിഡ്ത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും ഈ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട്. റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഹെൽപ്സ് ടു മേക്ക് യൂസ് ഓഫ് the top, middle and bottom portion of the
ribbon. It will also throw the ribbon carrier out of action and this can be used for stencil cutting. അതായത് നമുക്ക് ഈ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ റിബണിൻ്റെ ടോപ്പ് ഭാഗവും മിഡിൽ ഭാഗവും ബോട്ടം ഭാഗവും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കുക സ്റ്റെൻസിൽ കട്ടിങ്ങും, അതായത് ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സ്റ്റെൻസിൽ കട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെൻസിൽ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. ഇവിടെ അത് കൊടുത്തിട്ടില്ല, അത് ഞാൻ എക്സ്ട്രാ പറഞ്ഞതാണ്. വൈറ്റിലിട്ട് കഴിഞ്ഞാൽ റിബണിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാവുകയില്ല, ലെങ്ത് വൈസ് മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതേസമയം അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാവുകയില്ല. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇറ്റ് വിൽ ഓൾസോ ത്രോ ദ റിബൺ ക്യാരിയർ ഔട്ട് ഓഫ് ആക്ഷൻ. ആ റിബൺ ത്രോയിൻ്റെ ആക്ഷൻ മൊത്തത്തിൽ നിർത്തും. അത് ഉപയോഗിക്കുന്നത് സ്റ്റെൻസിൽ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ആണ്. അടുത്തത് ഷിഫ്റ്റ് കീ ആണ്. ഷിഫ്റ്റ് കീ എവിടെയാണുള്ളത് മനസ്സിലായില്ലേ? ഇതാ ഇവിടെ ലെഫ്റ്റ് ഷിഫ്റ്റ് കീ ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് ഷിഫ്റ്റ് കീ ഉണ്ട്. അപ്പോൾ ഒരു ടൈപ്പ് റൈറ്ററിൽ എത്ര ഷിഫ്റ്റ് കീസാണുള്ളത്? 2 ഷിഫ്റ്റ് കീസാണ് ഉള്ളത്. There are 2 shift keys for easy manipulation. Whenever the shift key is pressed, the impression of the uppercase character will be got. To get the impression of the uppercase character, occasionally shift key is used. It is also used to release shift lock. അപ്പോൾ ഇതിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതിൽ തന്നെ ഉണ്ട്. അതായത് 2 ഷിഫ്റ്റ് കീസാണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ഈസി ആയിട്ട് വർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് 2 ഷിഫ്റ്റ് കീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പർ കേസ് ക്യാരക്ടേഴ്സിൻ്റെ ഇംപ്രഷനാണ് കിട്ടുന്നത്. ഒക്കേഷണലി, അതായത് അപ്പർ കേസ് ക്യാരക്ടേഴ്സിൻ്റെ ഇംപ്രഷൻ ഒക്കേഷണലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷിഫ്റ്റ് കീ ഉപയോഗിക്കുന്നത്. ഷിഫ്റ്റ് കീൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് ഷിഫ്റ്റ് ലോക്കിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് കീ ആണ് ഉപയോഗിക്കുന്നത്. ഷിഫ്റ്റ് ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്പർ കേസ് ക്യാരക്ടേഴ്സ് കിട്ടും. അതേസമയം ഈ ഷിഫ്റ്റ് ലോക്ക് കീനെ റിലീസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഷിഫ്റ്റ് കീ. അടുത്തത് ഷിഫ്റ്റ് ലോക്ക്. ദിസ് ഈസ് യൂസ് ടു ഗെറ്റ് ഇംപ്രഷൻ ഓഫ് ദ അപ്പർ കേസ് ക്യാരക്ടേഴ്സ് കണ്ടിന്യൂസ്ലി. ഷിഫ്റ്റ് ലോക്ക് കീ എവിടെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ഷിഫ്റ്റ് ലോക്ക് കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത് പറയാൻ പോകുന്നത് സ്പേസ് ബാർ ആണ്. അപ്പം ഈ ടൈപ്പ് റൈറ്ററിൻ്റെ കീബോർഡിലെ ഏറ്റവും വലിയ കീ ആണ് സ്പേസ് ബാർ എന്ന് പറയുന്നത്. സ്പേസ് ബാർ ഈസ് യൂസ് ടു ഗെറ്റ് one blank space. This is also used to get one blank space between words. Whenever the space bar is operated, the carriage moves 1 degree towards the left as a result of the step-by-step movement of the carriage without making any impression on the paper. അപ്പം സ്പേസ് ബാർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു ബ്ലാങ്ക് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാക്ക് സ്പേസർ ഉപയോഗിക്കുന്നത്. ബാക്ക് സ്പേസർ അല്ല, സ്പേസ് ബാർ മാറിപ്പോയതാണ്. സ്പേസ് ബാർ ഉപയോഗിക്കുന്നത് ഒരു ബ്ലാങ്ക് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് വേർഡ്സിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലാങ്ക് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പം ക്യാരേജ് 1 ഡിഗ്രി ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും, പക്ഷേ അവിടെ ഒരു ഇംപ്രഷനും ഉണ്ടാക്കുന്നില്ല. ഡ്രോ ബാൻഡുമായിട്ട് നേരിട്ട് കണക്ഷനുള്ള ഒരു കീ ആണ് സ്പേസ് ബാർ എന്ന് പറയുന്നത്. ഡ്രോ ബാൻഡുമായിട്ട് നേരിട്ട് കണക്ഷനുള്ള ഒരു കീ ആണ് സ്പേസ് ബാർ എന്ന് പറയുന്നത്. ബാക്ക് സ്പേസർ. Whenever back spacer is operated, the carriage moves towards left by 1 degree, leaving a blank space. അപ്പോൾ ഈ സ്പേസ് ബാർ ബാക്ക് സ്പേസർ ഉപയോഗിക്കുന്നത് ബ്ലാങ്ക് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ രണ്ടും വ്യത്യാസമുണ്ട്. സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പം ക്യാരേജ് ലെഫ്റ്റ് ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുന്നത്, അതേസമയം ബാക്ക് സ്പേസർ ഉപയോഗിക്കുമ്പം റൈറ്റ് സൈഡിലേക്കാണ് ക്യാരേജ് മൂവ് ചെയ്യുന്നത്. സിമിലർലി when the space bar is operated, it leaves one blank space. The difference between backspacer and spacebar is that in the case of backspacer, the carriage moves towards right, and in the case of spacebar, carriage moves towards left. By using backspacer, corrections can be made and omitted letters can be filled up. അപ്പം ഞാൻ പറഞ്ഞ വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പം ക്യാരേജ് ലെഫ്റ്റ് ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുന്നത്, ഒരു ബ്ലാങ്ക് സ്പേസ് ആണ് വരുന്നത്. അതേസമയം ബാക്ക് സ്പേസർ പ്രസ് ചെയ്യുമ്പം ക്യാരേജ് റൈറ്റ് ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുന്നത്, അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് വരും. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒമിറ്റഡ് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാനും കറക്ഷൻസ് വരുത്താനുമാണ് ബാക്ക് സ്പേസർ ഉപയോഗിക്കുന്നത്. റബ്ബർ ഫീറ്റ് എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ ടൈപ്പ് റൈറ്ററിൻ്റെ അടിയിൽ
ഈ നമ്മളിപ്പോൾ ഈ സ്റ്റൂളിൻ്റെ ഒക്കെ അടിയിൽ 4 കാലിൻ്റെ അടിയിൽ റബ്ബറിൻ്റെ ഇത് വെക്കില്ലേ, അതുപോലത്തെ ഇതാണ് റബ്ബർ ഫീറ്റ് എന്ന് പറയുന്നത്. ദർ ആർ 4 റബ്ബർ ഫീറ്റ് ഇൻ എ ടൈപ്പ്റൈറ്റർ. അതായത് നമ്മൾ ഈ മേശേൻ്റെ അടിയിലും മറ്റുമൊക്കെ ഈ നിലത്ത് ഉറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വെക്കാറില്ലേ, ഈ റബ്ബറിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ ഒക്കെ കപ്പ് പോലെയുള്ള സാധനം, അതാണ് ഈ റബ്ബർ ഫീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദർ ആർ 4 rubber feet in a typewriter. This helps to reduce the noise. This also helps the typewriter to be firm in its position on the table. Since the typewriter is substantially raised by the use of this rubber feet, the possibility of parts being hit on any object is eliminated, and thus the parts are properly protected. അപ്പം റബ്ബർ ഫീറ്റ് എന്ന് പറയുന്നത് 4 റബ്ബർ ഫീറ്റ്സ് ആണ് ടൈപ്പ്റൈറ്ററിലുള്ളത്. ഇത് നോയ്സ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ടൈപ്പ്റൈറ്ററിന് ആ ടേബിൾ ഫേമായിട്ട് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഈ റബ്ബർ ഫീറ്റ് വഴി ടൈപ്പ്റൈറ്റർ കുറച്ച് പൊന്തിയിട്ടാണ് ഉണ്ടാവുക. അതും ഈ ടൈപ്പ്റൈറ്ററിൻ്റെ ഏതെങ്കിലും പാർട്സ് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒബ്ജക്റ്റിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിന് ഈ റബ്ബർ ഫീറ്റ്സ് ആണ്. സൈസ് ഓഫ് ക്യാരേജ്. There are different sizes of carriage with 80 degree to 100 degree, 140 degree ആണ് കേട്ടോ, to 180 degree to 40 degree. Normally carriage sizes are classified as full scap, brief, policy and manifest. Full scap machines are mostly used in educational institutions. അപ്പോൾ ഫുൾ സ്കാപ്പ് ഉപയോഗിക്കുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. ബ്രീഫ് സൈസ് മെഷീൻസ് ആർ പ്രിഫേർഡ് ഇൻ ഓഫീസുകളിൽ ഉപയോഗിക്കുന്നത് ബ്രീഫ് സൈസ് ആണ്. പോളിസി ആൻഡ് മാനിഫെസ്റ്റ് ആർ പ്രിഫേർഡ് ഫോർ ടൈപ്പിംഗ് ലോങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാറ്റേഴ്സ്. ഇനി കൈൻഡ്സ് ഓഫ് ടൈപ്പ് ഹെഡ്സ്. ടൈപ്പ് ഹെഡ്സിൻ്റെ കൈൻഡ്സ് ആണ് പറയുന്നത്. പൈക്ക ആൻഡ് എലൈറ്റ് ടൈപ്പ് ഹെഡ്സ് ആർ കോമൺലി യൂസ്ഡ്. പൈക്കും എലൈറ്റും ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. നൗ ഹെഡേസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് heads are introduced in the latest machines: pica, Madrid pica, cubic pica, elite, Typewriter, etc. 10 letters of pica can be typed in 1 inch. 12 letters of elite size can be typed in 1 inch. 8 letters of large pica can be typed in 1 inch. അപ്പോൾ 1 ഇഞ്ചിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ലെറ്റേഴ്സ് ഓരോ ടൈപ്പ് ഫേസിലും എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. പൈക്കയും അതുപോലെ തന്നെ എലൈറ്റും എപ്പോഴും ചോദിക്കാറുള്ള സൈസുകളാണ്. അപ്പോൾ പൈക്കയിൽ നമുക്ക് 10 ലെറ്റേഴ്സാണ് 1 ഇഞ്ചിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. എലൈറ്റിൽ 12 ലെറ്റേഴ്സാണ് 1 ഇഞ്ചിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ ഒന്ന് വന്നിട്ടുണ്ട് ലാർജ് പൈക്ക. ഇതിൽ 8 ലെറ്റേഴ്സാണ് 1 ഇഞ്ചിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. കൈൻഡ്സ് ഓഫ് റിബൺസ് ആൻഡ് മെത്തേഡ് ഓഫ് റിന്യൂവൽ ഓഫ് റിബൺ. അതായത് വിവിധ തരത്തിലുള്ള റിബൺസും അതുപോലെ തന്നെ റിബണും മാറ്റിയിടുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയുന്നത്. മാനുഫാക്ചേഴ്സ് ആർ പ്രൊഡ്യൂസിങ് സിൽക്ക് ആസ് വെൽ ആസ് കോട്ടൺ റിബൺസ്. സിൽക്ക് റിബൺസും ഉണ്ട്, കോട്ടൺ റിബൺസും ഉണ്ട്. ദർ ആർ റിബൺസ് വിച്ച് ഹാവ് ഡബിൾ കളറിലുള്ള റിബൺസും അവൈലബിൾ ആണ്. ദേ ആർ ഇൻ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻസ് ടു അണ്ടർസ്കോർ ഓർ ടു ടൈപ്പ് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ഇൻ റെഡ് കളർ. ദ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഹെൽപ്സ് ടു ഹാവ് ദി ഇംപ്രഷൻ ഓഫ് ദ റിക്വയർഡ് കളർ. അപ്പോൾ ഈ ഡബിൾ കളർ റിബൺ ഉപയോഗിക്കുന്നത് കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻസ് ആണ്. അതായത് അണ്ടർസ്കോർ ചെയ്യാനോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് റെഡ് കളറിൽ ടൈപ്പ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് കളറാണോ വേണ്ടത്, 2 കളറിലുള്ള ഇതാണ് വരിക ഒരു റിബണിൽ. അപ്പോൾ ഏത് കളറാണോ വേണ്ടത് എന്നുള്ളത് നമുക്ക് ആ ഒരു റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. The ribbon must be collected on one side entirely and then it must be moved from the ribbon carrier. അതായത് നമുക്കറിയാം ഒരു ഭാഗത്ത് മുഴുവനായിട്ട് ചുറ്റിയിട്ടുണ്ടാവും, ഒരു ഭാഗത്ത് എംറ്റി ആയിരിക്കും. അങ്ങനെയായിരിക്കും ഈ റിബണിൻ്റെ പൊസിഷൻ വരിക. Thereafter from the collected side the entire ribbon must be removed. The new ribbon with the spool must be put on one side and the edge ribbon should be connected to the other spool. The ribbon must be properly inserted in the ribbon carrier. അപ്പോൾ ഈ റിബണിൽ 2 സ്പൂൾസാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ ഫുൾ സ്പൂളിൽ നിന്നും എംറ്റി സ്പൂളിലേക്കാണ് വരിക ഈ റിബണ് ചുറ്റുക.
അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അറേഞ്ച്മെൻറ്റ് ഓഫ് കീബോർഡ്. കീബോർഡിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കാം. ദ കീബോർഡ് ഈസ് നോട്ട് അറേഞ്ച്ഡ് ആൽഫബറ്റിക്കലി. ആൽഫബറ്റിക്കലി അല്ല കീബോർഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓഫൺ ഒക്കറിങ് ക്യാരക്ടേഴ്സ് ആർ കെപ്റ്റ് ഇൻ ദ മിഡിൽ ആൻഡ് റെയർലി ഒക്കറിങ് ക്യാരക്ടേഴ്സ് ആർ ഓൺ ബോത്ത് സൈഡ്സ്. മിഡിലിൽ എപ്പോഴും കൂടുതലായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ്, കൂടുതലായി ടൈപ്പ് ചെയ്യാൻ വരുന്ന ക്യാരക്ടേഴ്സാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള സൈഡിൽ റെയറായിട്ട് വരുന്ന കീസാണ് വരുന്നത്. ASDF ആൻഡ് LKJ ആർ കോൾഡ് ഹോം കീസ്. ഹോം കീസ് എന്ന് പറയുന്നത് ASDFും LKJ ആണ്. ഓൺ വിച്ച് ഫിംഗേഴ്സ് മസ്റ്റ് ബി ഓൾവേസ് റെസ്റ്റ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യാത്ത സമയത്ത് ഫിംഗേഴ്സ് റെസ്റ്റ് ചെയ്യേണ്ട സ്ഥലം ഇതാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ റോസ് ഓപ്പറേറ്റഡ് ഫിംഗേഴ്സ് മസ്റ്റ് ബി റെസ്യൂം. ASDF ആൻഡ് LKJ ആൻഡ് സെമിക്കോളൻ ആർ കോൾഡ് ഗൈഡ് കീസ്. ഗൈഡ് കീസ് എന്നറിയപ്പെടുന്നത് എയും സെമിക്കോളനാണ്. ദ ഫിംഗേഴ്സ് ഓപ്പറേറ്റിംഗ് ദീസ് കീസ് ആർ കോൾഡ് ഗൈഡ് ഫിംഗേഴ്സ്. ഗൈഡ് ഫിംഗേഴ്സ് എന്നാണ് എയും സെമിക്കോളനും ഓപ്പറേറ്റ് ചെയ്യുന്ന ഫിംഗേഴ്സിനെ അറിയപ്പെടുന്നത്. അതായത് ലിറ്റിൽ ഫിംഗേഴ്സാണ്. റൈറ്റ് ലിറ്റിൽ ഫിംഗറും ലെഫ്റ്റ് ലിറ്റിൽ ഫിംഗറുമാണ് ഗൈഡ് ഫിംഗേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 2 മെത്തേഡ്സ് ഓഫ് ടൈപ്പിംഗ് ആണുള്ളത്. സൈറ്റ് മെത്തേഡ്, ബ്ലൈൻഡ് മെത്തേഡ്. ബ്ലൈൻഡ് മെത്തേഡ് അല്ലെങ്കിൽ ടച്ച് മെത്തേഡ്. സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ളതും പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള മെത്തേഡാണ് ടച്ച് അല്ലെങ്കിൽ ബ്ലൈൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ബ്ലൈൻഡ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ്: ഡെവലപ്മെൻറ്റ് ഓഫ് സ്പീഡ്, ലെസ് സ്ട്രെയിൻ ഓൺ ഐ, ബെറ്റർ ആക്യുറസി ആൻഡ് എഫിഷ്യൻസി. ദ കീസ് ദാറ്റ് കോസ് ഇംപ്രഷൻസ് ആർ ക്യാരക്ടർ കീസ്. അതായത് ഇംപ്രഷൻ വരുത്തുന്ന കീസാണ് ക്യാരക്ടർ കീസ്. നോൺ ക്യാരക്ടർ കീസ് ഇൻ ദ കീബോർഡ് ആർ ബാക്ക്സ്പേസർ, മാർജിൻ റിലീസർ, ഷിഫ്റ്റ് കീ. അപ്പം നോൺ ക്യാരക്ടർ കീസ്, കീബോർഡിലെ നോൺ ക്യാരക്ടർ കീസാണ് ബാക്ക്സ്പേസ് കീ, മാർജിൻ റിലീസർ, ഷിഫ്റ്റ് കീ. ടൈപ്പിംഗ് വിത്ത് യൂണിഫോം ടച്ച് ആൻഡ് വിത്ത് ഈക്വൽ ഇൻ്റർവെൽസ് ബിറ്റ്വീൻ ഓപ്പറേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഈസ് കോൾഡ് റിതമിക് ടച്ച്. ദിസ് എൻഷുവേഴ്സ് ബെറ്റർ അലൈൻമെൻറ്റ്. റിതമിക് ടച്ച് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ യൂണിഫോം ടച്ച് കൊടുത്തിട്ട് ഈക്വൽ ഇൻ്റർവെൽസിൽ അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ ക്യാരക്ടർ കീസിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് റിതമിക് ടച്ച് എന്ന് പറയുന്നത്. ഈ റിതമിക് ടച്ച് ബെറ്റർ അലൈൻമെൻറ്റിന് കാരണമാണ്. അടുത്തത് യൂസ് ഓഫ് ഇറേസർ. വെനെവർ ആൻ ഇറേസർ ഈസ് ടു ബി യൂസ്ഡ്, carriage must be brought to either end of the typewriter to ensure that rubber dust does not fall into the typewriter. Eraser shield can be used to ensure that the portions do not get erased. Nowadays, white fluid is applied on the portion to be erased. അതായത് നമുക്ക് ടൈപ്പ് ചെയ്ത മാറ്റേഴ്സ് മായ്ക്കാൻ വേണ്ടിയിട്ട് ഇറേസർ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതിന് വേണ്ടിയിട്ട് ടൈപ്പ് റൈറ്ററിൻ്റെ ക്യാരേജ് ഏതെങ്കിലും ഒരു എൻഡിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇറേസർ ഷീൽഡ്സ് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇറേസറിന് പകരം വൈറ്റ് ഫ്ലൂയിഡാണ് ഉപയോഗിക്കുന്നത്. ഇനി എൻവലപ്പ് അഡ്രസ്സിംഗ് ആണ്. ദർ ആർ 2 മെത്തേഡ്സ് ഓഫ് എൻവലപ്പ് അഡ്രസ്സിംഗ്. ദേ ആർ കോൾഡ് ഇൻഡൻറ്റിംഗ് മെത്തേഡ് ആൻഡ് ബ്ലോക്ക് മെത്തേഡ്. അപ്പം എൻവലപ്പ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കവറിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്നതിനാണ് എൻവലപ്പ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇത് 2 മെത്തേഡാണുള്ളത്, ഇൻഡൻറ്റിംഗ് മെത്തേഡ്, ബ്ലോക്ക് മെത്തേഡ്. ഇൻഡൻറ്റിംഗ് മെത്തേഡിൽ ഓരോ ലൈനിനും 5 ഡിഗ്രി വീതം ഇൻഡൻറ്റ് ചെയ്യണം. ബ്ലോക്ക് മെത്തേഡിൽ എല്ലാ ലൈൻസും ഒരു സെയിം പോയിന്റിൽ ആണ് തുടങ്ങുക. ബ്ലോക്ക് മെത്തേഡിൽ സിംഗിൾ ലൈൻ സ്പേസിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. ഇൻഡൻ മെത്തേഡിൽ ഡബിൾ ലൈൻ സ്പേസിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അഡ്രസ് കണ്ടെയ്നിങ് മോർ ദാൻ 3 ലൈൻസ് മസ്റ്റ് നെസസറിലി ബി ടൈപ്ഡ് ഇൻ ബ്ലോക്ക് മെത്തേഡ്. അതായത് 2 ടൈപ്പ് എൻവലപ്പ് അഡ്രസ്സിംഗ് ആണുള്ളത്, ഇൻഡൻറ്റിംഗ് മെത്തേഡ്, ബ്ലോക്ക് മെത്തേഡ്. ഇൻഡൻറ്റിംഗ് മെത്തേഡിൽ ഓരോ ലൈനും 5 ഡിഗ്രി വീതം ഇൻഡൻറ്റ് ചെയ്യണം. ഇത് ഡബിൾ ലൈൻ സ്പേസിലാണ് ടൈപ്പ് ചെയ്യുന്നത്. ബ്ലോക്ക് മെത്തേഡിൽ എല്ലാ ലൈൻസും ഒരു പോയിന്റിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ബ്ലോക്ക് മെത്തേഡിൽ സിംഗിൾ ലൈൻ സ്പേസിങ്ങിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 3 ലൈനിൽ കൂടുതലുള്ള അഡ്രസ്സ് ഉണ്ടെങ്കിൽ ബ്ലോക്ക് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. സെൻറ്റേഴ്സ് അഡ്രസ് മസ്റ്റ് ബി ടൈപ്ഡ് ഇൻ ദ ബോട്ടം ലെഫ്റ്റ് ഓഫ് ദ എൻവലപ്പ് ഇൻ സിംഗിൾ ലൈൻ സ്പേസ്. അപ്പം സെൻറ്ററിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യേണ്ടത്
ബോട്ടം ലെഫ്റ്റ് ഓഫ് ദ എൻവലപ്പ്. സിംഗിൾ ലൈൻ സ്പേസിംഗിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. Matters like registered, private, confidential, etc. will have to be typed at the top left of the envelope. ടോപ്പ് ലെഫ്റ്റിലാണ് ഈ രജിസ്റ്റേർഡ്, പ്രൈവറ്റ്, കോൺഫിഡൻഷ്യൽ തുടങ്ങിയവ ടൈപ്പ് ചെയ്യുന്നത്. ടോപ്പ് റൈറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ലെഫ്റ്റ് ഫോർ അഫിക്സിങ് സ്റ്റാമ്പ്. അതായത് ടോപ്പ് റൈറ്റ് സൈഡിലാണ് ഈ സ്റ്റാമ്പ് അഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. റിസീവേഴ്സ് അഡ്രസ് മസ്റ്റ് ബി ടൈപ്ഡ് ഓൺ ദ റൈറ്റ് ലോവർ ഹാഫ് ഓഫ് ദ എൻവലപ്പ്. റിസീവേഴ്സ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യേണ്ടത് റൈറ്റ് ലോവർ ഹാഫ് ഓഫ് ദ എൻവലപ്പാണ്. വിൻഡോ എൻവലപ്സ് സേവ് ടൈം ആൻഡ് ലേബർ. വിൻഡോ എൻവലപ്സ് ടൈമും അതുപോലെ തന്നെ ലേബറും സേവ് ചെയ്യുന്നുണ്ട്. ദ ലെറ്റേഴ്സ് മസ്റ്റ് ബി ഫോൾഡഡ് ഇൻ സച്ച് എ വേ ആൻഡ് ഇൻസേർട്ടഡ് ഇൻ ദ വിൻഡോ എൻവലപ്പ് സോ ദാറ്റ് റിസീവേഴ്സ് അഡ്രസ് ടൈപ്ഡ് ഓൺ ദ ലെറ്റർ ക്യാൻ ബി വിസിബിളി ത്രൂ ഗ്ലേസ് പേപ്പർ ഓഫ് ദ വിൻഡോ എൻവലപ്പ്. അപ്പം നിങ്ങൾക്കറിയാം, ലെറ്റേഴ്സ് കിട്ടുമ്പം ചിലതിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു ഗ്ലാസ് ഷീറ്റ് ഗ്ലേസിങ് പേപ്പറിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ആ ലെറ്ററിൽ ഓൾറെഡി ടൈപ്പ് ചെയ്ത അഡ്രസ്സാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക. അഡ്രസ്സ് ആ ഒരു എൻവലപ്പിന് പുറത്തായിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ടൈമും ലേബറും സേവ് ചെയ്യുന്നുണ്ട്. പിൻകോഡ് മസ്റ്റ് ബി ടൈപ്ഡ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദ നെയിം ഓഫ് ദ ടൗൺ, ലീവിങ് സ്പേസ് ആഫ്റ്റർ ഫസ്റ്റ് 3 digits. അതായത് പിൻകോഡ് ടൈപ്പ് ചെയ്യേണ്ടത് ടൗണിൻ്റെ പേരിന് ശേഷം അടുത്ത ലൈനായിട്ട് ആദ്യത്തെ 3 നമ്പറിന് ശേഷം ഒരു സ്പേസ് ലീവ് ചെയ്യണം. അടുത്തത് അപ്കീപ്പ് ആൻഡ് മെയിൻ്റനൻസ്, ക്ലീനിങ് ആൻഡ് ഓയിലിംഗ് ആൻഡ് കെയർ ഓഫ് മെഷീൻ. അതായത് ആ ഒരു ഓയിലിങ്ങും അതുപോലെ തന്നെ മെഷീനെ കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടൈപ്പ് റൈറ്റർ മസ്റ്റ് ബി ക്ലോസ്ഡ് ഓർ കവേർഡ് വെൻ നോട്ട് യൂസ്ഡ്. ഉപയോഗിക്കാത്തപ്പോൾ ടൈപ്പ് റൈറ്റർ കവർ ചെയ്തിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഹാൻഡിൽഡ് കെയർഫുള്ളി. ഓൾവേസ് ബാക്കിംഗ് ഷീറ്റ് മസ്റ്റ് ബി യൂസ് ടു പ്രൊട്ടക്ട് ദ സിലിണ്ടർ. സിലിണ്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിംഗ് ഷീറ്റ്സ് എപ്പോഴും ഉപയോഗിക്കണം. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പേപ്പറിന് പുറമെ നമ്മളിപ്പോൾ 1-2 പേപ്പേഴ്സ് വെച്ചിട്ട് ടൈപ്പ് ചെയ്യുന്നതാണ് ഈ ബാക്കിംഗ് ഷീറ്റ് എന്ന് പറയുന്നത്. ഹാർഡ് ടച്ച് മസ്റ്റ് ബി അവോയ്ഡഡ്. ഹാർഡ് ടച്ച് അവോയ്ഡ് ചെയ്യണം. വൈൽ ഓപ്പറേറ്റിംഗ് സ്പേസ് ലിവർ, കാരേജ് ഷുഡ് നോട്ട് ബി റഫ്ലി പുഷ്ഡ്. അതായത് ലൈൻ സ്പേസ് ലിവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ കാരേജിന് റഫായിട്ട് പുഷ് ചെയ്യാൻ പാടില്ല. വൈൽ പ്രസ്സിങ് ബാക്ക് സ്പേസർ ഇറ്റ് ഷുഡ് ബി ഹാൻഡിൽ ജെൻ്റ്ലി. ബാക്ക് സ്പേസർ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ജെൻ്റ്ലി ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ടാബ്ലേറ്റർ മസ്റ്റ് ബി യൂസ്ഡ് ഓൺലി വെൻ സിറ്റുവേഷൻസ് റിക്വയേഴ്സ്. അതായത് ടാബ്ലേറ്റർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ക്ലീനിങ് ആൻഡ് ഓയിലിംഗ് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി ടു കീപ് മെഷീൻസ് മോർ എഫക്റ്റീവ്. അതുപോലെ തന്നെ ക്ലീനിങ്ങും ഓയിലിങ്ങും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. ഡെയിലി ക്ലീനിങ് ഓഫ് എക്സ്റ്റേണൽ പാർട്സ് ഇസ് പ്രിഫറബിൾ. അതായത് ഡെയിലി ക്ലീനിങ്, പുറമേയുള്ള ഭാഗങ്ങളിൽ ഡെയിലി ക്ലീനിങ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ലോങ് ഹാൻഡിൽഡ് ബ്രഷ് ഈസ് യൂസ് ടു ക്ലീൻ ഔട്ടർ പാർട്സ് ഓഫ് ദ ടൈപ്പ് റൈറ്റർ. ടൈപ്പ് റൈറ്ററിൻ്റെ ഔട്ടർ പാർട്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ഹാൻഡിൽഡ് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. വയർ ഹാൻഡിൽഡ് ബ്രഷ് ഈസ് യൂസ് ടു ക്ലീൻ ഇൻറ്റേർണൽ പാർട്സ്. ഇൻറ്റേർണൽ പാർട്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വയർ ഹാൻഡിൽഡ് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഹാർഡ് ടൈപ്പ് ബ്രഷ് ഈസ് യൂസ് ടു ക്ലീൻ ടൈപ്പ് ഫേസസ്. ടൈപ്പ് ഫേസസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഹാർഡ് ടൈപ്പ് ബ്രഷസ് ആണ്. ഫോർ ക്ലീനിങ് ദ ടൈപ്പ് ഫേസസ് പെട്രോൾ ക്യാൻ ബി യൂസ്ഡ്. ടൈപ്പ് ഫേസസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്രോളാണ് ഉപയോഗിക്കേണ്ടത്. എ പീസ് ഓഫ് ക്ലോത്ത് മസ്റ്റ് ബി ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ടൈപ്പ് ബാർസ് ആൻഡ് ദ ടൈപ്പ് ബാർ കുഷ്യൻ ടു സീ ദാറ്റ് ദ റെസ്റ്റ് ഓഫ് ദ പോർഷൻ ഓഫ് ക്ലോത്ത് കവേഴ്സ് ദ കീബോർഡ്. Later, petrol must be put in the type brush and the type brush should be moved to and fro or typewise direction. It should not be used sidewise as it would affect the alignment. In case the dust clogged into types that can be removed by hairpin. അതായത് ടൈപ്സിൽ ഡസ്റ്റ് കട്ടയായി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ പിൻ വെച്ചിട്ട് റിമൂവ് ചെയ്യാം. റബ്ബർ പാർട്സ് ക്യാൻ ബി ക്ലീൻഡ് ബൈ പെട്രോൾ. റബ്ബർ പാർട്സ് ക്ലീൻ ചെയ്യേണ്ടത് പെട്രോൾ ഉപയോഗിച്ചിട്ടാണ്. ഓയിൽ ഷുഡ് നോട്ട് ബി അപ്ലൈഡ് ഓൺ ദ റബ്ബർ പാർട്സ് ഓഫ് ദ ടൈപ്പ് റൈറ്റർ ടൈപ്പ് ഫേസസ്. നിക്കൽ പാർട്സ് ഷുഡ് ബി ക്ലീൻഡ് ബൈ ചമോസ് ലെതർ. നിക്കൽ പാർട്സ് ക്ലീൻ ചെയ്യേണ്ടത് ചമോസ് ലെതർ ഉപയോഗിച്ചിട്ടാണ്.
Oiling is essential. At the same time, too much oil will result in sluggish movement of the carriage. അപ്പോൾ കുറേ അധികം ഓയിൽ ഉണ്ടെങ്കിൽ അത് സ്ലഗിഷ് മൂവ്മെൻറ്റിന് കാരണമാണ്. തിൻ ഓയിൽ 3-in-1 must be used. Since typewriter parts are openly exposed, thick oil absorb dust and it will give adverse effect. അതായത് തിൻ ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. തിക്ക് ഓയിൽ ഡസ്റ്റിനെ അബ്സോർബ് ചെയ്യും, അത് അഡ്വേഴ്സ് എഫക്റ്റിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടച്ച് ഓയിലർ ഉപയോഗിച്ചിട്ട് വേണം ഈ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബിഫോർ ഓയിലിംഗ് ദ വെയർ ഔട്ട് ചാനൽ ഓർ കാരേജ് റെയിൽസ്, ദ ഓൾഡ് ഓയിൽ മസ്റ്റ് ബി റിമൂവ്ഡ് വിത്ത് എ പീസ് ഓഫ് ക്ലോത്ത്. ദ ഓയിൽ മസ്റ്റ് ബി പുട്ട് ഇൻ ദ റെയിൽസ് ആൻഡ് ദ കാരേജ് മസ്റ്റ് ബി മൂവ്ഡ് in both directions so as to ensure that the oil is spread evenly. All fractional parts must be oiled. Whenever the impression faint, ribbon must be changed. അതായത് ഇംപ്രഷൻ ഫെയിൻ്റ് ആകുമ്പം, കളർ മങ്ങുമ്പോൾ റിബൺ ചേഞ്ച് ചെയ്യണം. The ribbon selected must be of good quality. Ribbon dust or thread failing in the segment affect the ribbon movement and free movement of the type bars. The ribbon is not changed when the impression is faint. It will force the operator to give hard touch. അതായത് നമ്മൾ ഈ ഇംപ്രഷൻ ഫെയിൻ്റ് ആകുമ്പോൾ റിബൺ മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഹാർഡ് ടച്ച് കൊടുക്കേണ്ടി വരും. അതാണ് പറയുന്നത്. when the machine is to be transported, the carriage should be brought to the center and the marginal stops together. അതായത് നമുക്ക് ആ ഒരു മെഷീനെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ കാരേജ് സെൻറ്ററിലേക്ക് കൊണ്ടുവരികയും മാർജിനൽ സ്റ്റോപ്സ് 2 സ്റ്റോപ്പും ഒരുമിച്ച് കൊണ്ടുവരികയും ചെയ്യണം. സ്പേസ് ബാർ ഫ്രെയിമിലേക്ക്, ആ മെഷീൻ്റെ ഫ്രെയിമിലേക്ക് കെട്ടിവെക്കണം. പേപ്പർ വൂൾ മസ്റ്റ് ബി പുട്ട് ഇൻ ടൈപ്പ് ബാസ്ക്കറ്റ് ടു പ്രിവെൻറ്റ് ദ ടൈപ്പ് ബാർസ് ഫ്രം സ്ട്രൈക്കിംഗ് അഗെയിൻസ്റ്റ് ദ സിലിണ്ടർ. ബേസ് ബോർഡ് പ്രൊട്ടക്ട്സ് ദ പാർട്സ് അറ്റ് ദ ബോട്ടം വെൻ ദ ടൈപ്പ്റൈറ്റർ ഈസ് ലിഫ്റ്റഡ്. The use of metal cover with the baseboard enables the lock the typewriter. അടുത്തത് പീനിയൻ വീലാണ്. അപ്പോൾ ഇതിൽ പീനിയൻ വീലും ഉണ്ട്. പീനിയൻ വീല്, കാരേജ് റാക്ക്, എസ്കേപ്പൻ വീല്, ഇതൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. പീനിയൻ വീൽ ആൻഡ് എസ്കേപ്മെൻ വീൽ ആർ ഇൻ ദ സെയിം സ്റ്റഡ് in some typewriters and it cannot be rotate independently. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതിലെ ചെറിയ വീലും വലിയ വീലുമാണ് ഈ എസ്കേപ്മെൻ വീലും പീനിയൻ വീലും. ഇത് സെയിം ഷാഫ്റ്റിൽ അല്ലെങ്കിൽ സെയിം സ്റ്റഡിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇൻ കേസ് പീനിയൻ റൊട്ടേറ്റ്സ് ദ എസ്കേപ്മെൻ വീൽ ഓൾസോ റൊട്ടേറ്റ്. അതായത് എസ്കേപ്മെൻ വീല് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, പീനിയൻ വീല് റൊട്ടേറ്റ് ചെയ്യുമ്പം എസ്കേപ്മെൻ വീലും റൊട്ടേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ദ കാരേജ് റാക്ക് ഈസ് റെസ്റ്റിംഗ് ഓൺ ദ പീനിയൻ വീൽ. അപ്പോൾ പീനിയൻ വീലിൻ്റെ മുകളിലാണ് കാരേജ് റാക്ക്. ഈ പലക പോലെ കാണുന്ന ഇതാണ് കാരേജ് റാക്ക്. പീനിയൻ വീൽ ഈ ചെറിയ വീലാണ്, എസ്കേപ്മെൻ വീലാണ് വലിയ വീല്. ഇഫ് എനി പർട്ടിക്കുലർ ടൂത്ത് ഓഫ് ദ പീനിയൻ വീൽ ഈസ് വോൺ ഔട്ട് ഓർ ബ്രോക്കൺ വിത്ത് ദ ഇറഗുലർ ഇൻ്റർവെൽ ദർ വിൽ ബി ആൻ എക്സ്ട്രാ സ്പേസ്. അപ്പോൾ ഈ പീനിയൻ വീല് ചെറിയ വീലാണ്. ഈ ചെറിയ വീലിൻ്റെ ഏതെങ്കിലും ഒരു ടൂത്ത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ സ്പേസ് അവിടെ വരും. Pinion wheel helps to get letter space since carriage rack is actually moving on the pinion wheel. Pinion wheelൻ്റെ മുകളിലൂടെയാണ് കാരേജ് റാക്ക് മൂവ് ചെയ്യുന്നത്. എസ്കേപ്മെൻ വീൽ ആൻഡ് ഡോഗ്സ്. എസ്കേപ്മെൻ വീൽ എന്ന് പറയുന്നത് ഈ വലിയ വീലാണ് കേട്ടോ. Escapement wheel and dogs. Escapement wheel is responsible for the step-by-step movement of the carriage. അപ്പോൾ ഈ എസ്കേപ്മെൻറ്റ് വീലാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് ഓഫ് ദ കാരേജിന് കാരണമായിട്ടുള്ളത്. ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ് ആക്ട്സ് ഓൺ ദ എസ്കേപ്മെൻറ്റ് വീൽ. ലൂസ് ഡോഗ് വിൽ നോർമലി ഹോൾഡ് ദ ടൂത്ത് ഓഫ് ദ എസ്കേപ്മെൻറ്റ് വീൽ ആൻഡ് അറസ്റ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ കാരേജ്. അപ്പോൾ ഈ ലൂസ് ഡോഗ് എസ്കേപ്മെൻറ്റ് വീലിൻ്റെ ടൂത്തിൽ ഫേമായിട്ട് പിടിച്ചിരിക്കും. അതായത് കാരേജിന് മൂവ്മെൻറ്റ് ഇല്ലാതെ സംരക്ഷിക്കുന്നത് ലൂസ് ഡോഗ് ആണ്. വെൻ ദ ലൂസ് ഡോഗ് ലീവ്സ് ദ ടൂത്ത് ഓഫ് ദ എസ്കേപ്മെൻറ്റ് വീൽ, ദ റിജിഡ് ഡോഗ് വിൽ ക്യാച്ച് ദ സെയിം ടൂത്ത് ഓഫ് ദ എസ്കേപ്മെൻറ്റ് വീൽ ദാറ്റ് ഹാസ് ബീൻ ലിബറേറ്റഡ് ബൈ ദ ലൂസ് ഡോഗ്. അപ്പോൾ ലൂസ് ഡോഗ് ആ ഒരു ടീത്ത് വിട്ട് കഴിഞ്ഞാൽ അതേ ടീത്ത് റിജിഡ് ഡോഗ് ക്യാച്ച് ചെയ്യും.
Carriage moves by half a degree when the loose dog leaves the tooth of the escapement wheel and rigid dog catches the same tooth. അതായത് ഈ ക്യാരേജ് ഹാഫ് ഡിഗ്രി മൂവ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ലൂസ് ഡോഗ് ആ ഒരു ടൂത്തിനെ വിടുകയും അതേസമയം ആ സെയിം ടൂത്ത് റിജിഡ് ഡോഗ് ക്യാച്ച് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ക്യാരേജ് ഹാഫ് സ്പേസ് നീങ്ങുന്നത്. വെൻ ദ പ്രഷർ ഓൺ ദ character or spacebar is removed, the rigid dog leaves the tooth and the loose dog catches the next tooth of the escapement wheel. അതായത് ഈ പ്രഷർ ഈ ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ സ്പേസ് ബാറിൻ്റെ പ്രഷർ റിമൂവ് ചെയ്യുമ്പോൾ ഈ റിജിഡ് ഡോഗ് ആ ടൂത്തിനെ വിടുകയും അതേസമയം ലൂസ് ഡോഗ് ആ അടുത്ത ടൂത്ത് എസ്കേപ്മെൻറ്റ് വീലിൻ്റെ അടുത്ത ടൂത്ത് ക്യാച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് another half degree movement വരുന്നത്. This movement is called step by step movement of the carriage. This can be caused either by the operation of the space bar or character key. In one of the latest machines there is only one dog. അതൊന്നും ആവശ്യമില്ല. When the escapement wheel rotates, pinion wheel along with that rotates. The carriage rack is resting on the pinion wheel moves towards left. When the machine is at rest, the loose dog is in action. When the character key or space bar is pressed, rigid dog is in action. ചിലപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവില്ല, ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നമ്മൾ ക്യാരക്ടർ കീസ് പ്രസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അല്ല, ഇപ്പോൾ ടൈപ്പ് റൈറ്റർ റെസ്റ്റിലാണെങ്കിൽ എസ്കേപ്മെൻറ്റ് വീലിൻ്റെ ടൂത്ത് ഹോൾഡ് ചെയ്യുന്നത് ലൂസ് ഡോഗാണ്. അപ്പോൾ ഈ ലൂസ് ഡോഗ് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് മാത്രമേ ഈ എസ്കേപ്മെൻറ്റ് വീലിൻ്റെ ടൂത്ത് പിടിച്ചിരിക്കുകയുള്ളൂ. അതേസമയം ഒരു ക്യാരക്ടർ പ്രസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ലൂസ് ഡോഗ് ആ ടൂത്ത് എസ്കേപ്മെൻറ്റ് വീലിൻ്റെ ടൂത്ത് മെല്ലെ പിടിവിടും. അതേ സെയിം ആ പിടിവിട്ട അതേ ടൂത്ത് പിന്നെ പിടിക്കുന്നത് റിജിഡ് ഡോഗാണ് വരുന്നത്. പിന്നെ ആ ക്യാരക്ടറിൻ്റെ പ്രഷർ കുറയുമ്പോൾ അടുത്ത ടൂത്തിലേക്ക് ഈ ലൂസ് ഡോഗ് മൂവ് ചെയ്യും. അതാണ് ഇവിടെ ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. carriage rack resting on the pinion wheel moves towards left. അപ്പോൾ ഈ ഒരു ആക്ഷനാണ് ഈ ക്യാരേജ് റാക്കിനെ ലെഫ്റ്റ് ഭാഗത്തേക്ക് മൂവ് ചെയ്യിക്കുന്നത്. when the machine is at rest, the loose dog is in action. അതായത് ക്യാരേജ് മെഷീൻ റെസ്റ്റ് ആയിരിക്കുമ്പോൾ ലൂസ് ഡോഗാണ് വരുന്നത്. when the character key or the space bar is pressed, rigid dog is in action. ഇനി carriage rack നോക്കാം. carriage rack is fixed in the carriage and is having as many tooth as there are degrees available in the carriage scale. The carriage rack can otherwise be called letter spacing rack. Carriage rack travels on the pinion wheel. If any particular tooth of carriage rack is worn out or gets spoiled, at the particular degree will be a gap and the machine will produce one extra space. ക്യാരേജ് റാക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത് ക്യാരേജിലാണ്. അതുപോലെ തന്നെ ഇതിന് കുറേയധികം പല്ലുകളുണ്ട്. ഈ ഡിഗ്രീസ് അവൈലബിൾ ഇൻ ദ സ്കെയിലാണ്, ക്യാരിയർ സ്കെയിലാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാരേജ് റാക്കിന് പറയപ്പെടുന്ന മറ്റൊരു പേരാണ് ലെറ്റർ സ്പേസിംഗ് റാക്ക്. ക്യാരേജ് റാക്ക് ട്രാവൽ ചെയ്യുന്നത് പീനിയൻ വീലിൻ്റെ മുകളിലൂടെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ക്യാരേജ് റാക്കിൻ്റെ ഏതെങ്കിലും ഒരു ടൂത്ത് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വോൺ ഔട്ട് അല്ലെങ്കിൽ സ്പോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡിഗ്രിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആ മെഷീൻ ഒരു എക്സ്ട്രാ സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അടുത്തത് ടൈപ്പ് ബാർ യൂണിവേഴ്സൽ ബാർ. ടൈപ്പ് ബാർ യൂണിവേഴ്സൽ ബാർ ഈസ് പ്ലേസ്ഡ് ജസ്റ്റ് ബിഹൈൻഡ് സെഗ്മെൻറ്റിൻ്റെ ബിഹൈൻഡായിട്ടാണ് ടൈപ്പ് ബാർ യൂണിവേഴ്സൽ ബാർ സിറ്റുവേറ്റ് ചെയ്യുന്നത്. വെൻ ദ ക്യാരക്ടർ കീ ഈസ് ഓപ്പറേറ്റഡ്, ദ കറസ്പോണ്ടിങ് ടൈപ്പ് ബാർ strikes against the cylinder. The heel of the type bar pushes back to the type bar universal bar, which is causing step by step movement of the carriage. The heel of the type bar of the dead key of language typewriters is shaped in such a manner that will not able to push back and type universal bar and cause step by step movement. അപ്പോൾ ഈ ടൈപ്പ് ബാറിനെയാണ് യൂണിവേഴ്സൽ ബാർ എന്നറിയപ്പെടുന്നത്. ഇത് സെഗ്മെൻറ്റിൻ്റെ ബിഹൈൻഡായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ക്യാരക്ടർ കീ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈപ്പ് ബാർ ഈ സിലിണ്ടറിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്ട്രൈക്ക് ആവും. അതുപോലെ തന്നെ ഈ സ്ട്രൈക്ക് ആയി കഴിഞ്ഞാൽ ആ ടൈപ്പ് ബാർ
സെഗ്മെൻറ്റിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് ഓഫ് ക്യാരേജിന് കാരണമാവുന്നത്. അതേസമയം ഈ ഡെഡ് കീസിൽ വരുമ്പോൾ ഈ ക്യാരേജ്, അതായത് ഈ ബാറിന്, ഈ ടൈപ്പ് ബാറിന് പുഷ് ബാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് നടക്കുന്നില്ല. ഇൻ സർട്ടൻ മോഡൽസ് ടൈപ്പ് ബാർ യൂണിവേഴ്സൽ ബാർ ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് സബ് ലിവേഴ്സ് ആൻഡ് ഇൻ സച്ച് മോഡൽ സബ് ലിവേഴ്സ് അത് ആവശ്യമില്ല. റിബൺ യൂണിവേഴ്സൽ ബാർ. ഇനി അടുത്തത് ദർ ആർ 3 മൂവ്മെൻറ്റ്സ് ഓഫ് റിബൺ. റിബണിന് 3 തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ആണുള്ളത്. ലെങ്ത് വൈസ് മൂവ്മെൻറ്റ്, ഓട്ടോമാറ്റിക് റിവേഴ്സൽ മൂവ്മെൻറ്റ്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്. 3 മൂവ്മെൻറ്റ്സ് ആണുള്ളത്. ലെങ്ത് വൈസ് മൂവ്മെൻറ്റ്, automatic reverse movement, up and down movement. Whenever the character key is depressed, it acts on the ribbon universal bar. In certain models, the ribbon universal bar raises the middle bracket of the ribbon universal bar, causing up and down movement of the ribbon. In certain other model, the ribbon universal bar lifts the link and pushes the ribbon feed pole to act on the bevel gear of the spool, causes lengthwise movement of the ribbon in addition to the up and down movement. അതായത് ഒരു ക്യാരക്ടർ കീ പ്രസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന റിബൺ മൂവ്മെൻ്റ് ആണ് ലെങ്ത് വൈസ് മൂവ്മെൻറ്റ്, ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെൻറ്റ്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ലെങ്ത് വൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്യാരക്ടർ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ടൈപ്പ് ബാർ പോയിട്ട് റിബണിൽ പതിയും. അപ്പോൾ ഈ റിബണിൻ്റെ ഫുൾ സ്പൂളിൽ നിന്നും എം ടി സ്പൂളിലേക്കാണ് റിബണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ലെങ്ത് വൈസ് ആയിട്ട് വരും. അപ്പോൾ ഈ ടൈപ്പ് ബാർ പോയിട്ട് പതിയുമ്പോൾ ഈ റിബൺ എന്താവും, മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ കറക്റ്റ് ഈ ടൈപ്പ് ബാർ പോയി പതിയുമ്പോൾ കറക്റ്റ് ആ റിബണ് കറക്റ്റ് ടൈപ്പ് ബാറിൻ്റെ, അതായത് ടൈപ്പ് ഫേസിൻ്റെ അവിടെ വരികയും അവിടെ ഇംപ്രഷൻ ഉണ്ടാക്കുകയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് വരും. അതാണ് ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഫുൾ സ്പൂളിൽ നിന്ന് എം ടി സ്പൂളിലേക്ക് പോവുകയും, അപ്പോൾ ഈ എം ടി സ്പൂൾ ഉണ്ടല്ലോ അത് ഫുള്ളായി കഴിയുമ്പോൾ എന്താവും, ആ റിബണിന് റിവേഴ്സ് മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ റിബണിന് എപ്പോഴും സംഭവിക്കുന്നത് ഈ ഫുൾ സ്പൂളിൽ നിന്നും എം ടി സ്പൂളിലേക്കാണ് വരുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. സ്പൂൾ എന്ന് പറയുന്നത് ഈ റിബണ് നമ്മളൊരു ഡിസ്ക് പോലത്തെ ഇതിൽ ചുറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത് വെക്കും, 2 സ്ഥലത്തായിട്ട് ഫിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ അത് ശരിക്കും മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൽ എം ടി ആയിട്ട് ഉണ്ടെങ്കിൽ അത് ഫുൾ സ്പൂളിൽ നിന്നും എം ടി സ്പൂളിലേക്കാണ് വരുന്നത് എന്ന് ഓർക്കുക. അതാണ് ഈ ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെൻറ്റ് വരുന്നത്. അടുത്തത് റിബൺ കാരിയർ ആണ്. വെനെവർ ദ ക്യാരക്ടർ കീ ഈസ് ഓപ്പറേറ്റഡ്, ദ റിബൺ കാരിയർ വിത്ത് ദ റിബൺ ഈസ് റേസ്ഡ് to sufficient distance as adjusted by the ribbon position indicator to cause impression on the paper. Ribbon carrier will not be raised when the ribbon position indicator is in stencil point. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് റിബൺ കാരിയർ എന്ന് പറയുന്നത്. അതായത് ഒരു ക്യാരക്ടർ കീ നമ്മൾ പ്രസ് ചെയ്തു, അപ്പോൾ ഈ റിബൺ കാരിയർ റിബണിനെ ആ ഒരു സഫീഷ്യൻറ്റ് ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുവരും. അത് നമ്മൾ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഈ റിബണിൻ്റെ അപ്പ് മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഇംപ്രഷൻ ഓൺ ദ പേപ്പറിന് കോസ് ആവും. അതായത് ആ പേപ്പറിലേക്ക് ഇംപ്രഷൻ വരാനുള്ള കാരണമാണ് ഈ റിബണിൻ്റെ അപ്പ് മൂവ്മെൻറ്റ്. അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് റിബൺ കാരിയർ. റിബൺ കാരിയർ വിൽ നോട്ട് റേസ് വെൻ ദ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇസ് ഇൻ സ്റ്റെൻസിൽ പോയിൻ്റ്. അതായത് സ്റ്റെൻസിൽ കട്ട് ചെയ്യുമ്പം ഞാൻ പറഞ്ഞു വൈറ്റ് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്ററിലാണ്, വൈറ്റിലാണ് വരിക. അപ്പം ഇവിടെ ആ സമയത്ത് റിബൺ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാവുകയില്ല. അടുത്തത് റിബൺ ആക്ച്വേറ്റിംഗ് ലിവർ. റിബൺ ആക്ച്വേറ്റിംഗ് ലിവർ ഈസ് റെസ്പോൺസിബിൾ ടു ലിഫ്റ്റ് ദ റിബൺ കാരിയർ ടു എനി പർട്ടിക്കുലർ ലെവൽ ഓഫ് ഡിസ്റ്റൻസ് ആസ് അഡ്ജസ്റ്റഡ് ബൈ ദ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ. അതായത് റിബൺ ആക്ച്വേറ്റിംഗ് ലിവർ എന്ന് പറയുന്നത് ആ റിബൺ കാരിയറിനെ ഏത് ലെവലിലേക്ക് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് ഈ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്ററാണ്. അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ റിബൺ ആക്ച്വേറ്റിംഗ് ലിവർ. വെൻ ദ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഈസ് പുഷ്ഡ് ടു ദ സ്റ്റെൻസിൽ പോയിന്റ്, ദ പിൻ പ്രൊജക്ഷൻസ് enters to the wider hub of the ribbon actuating lever and thus ribbon carrier is not raised when the pin
projection is moved to different position, the actuating lever is adjusted by the ribbon position indicator, the distance to which the ribbon carrier is raises. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഓർത്തിട്ട് എന്താ പറയുക, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് സ്റ്റെൻസിൽ കട്ടിങ്ങിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് വൈറ്റ് പൊസിഷനാണ്. അപ്പോൾ ഈ വൈറ്റ് പൊസിഷനിൽ നമ്മൾ റിബൺ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ റിബണിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇംപ്രഷൻ ഉണ്ടാവുകയില്ല. ശരിക്കും ആ പേപ്പറിൽ കട്ടിംഗ് ആണ് വരുന്നത്. അടുത്തത് ബെവൽ ഗിയേഴ്സ് ആണ്. There are 2 bevel gears in the long gear shaft and 2 spool shafts having 1 bevel gear each. Ribbon feed pole acts on these bevel gears. It may also be called as ribbon ratchet wheel. For the lengthwise movement of the ribbon, bevel gears are responsible. Bevel gears രണ്ട് തരത്തിലാണുള്ളത്, 2 bevel gears ആണുള്ളത്. Lengthwise movement of ribbon bevel gears responsible ആണ്. When the long gear shaft rotates, both bevel gears on the long gear shaft will rotate. അപ്പോൾ ഈ ലോങ് ഗിയർ ഷാഫ്റ്റിലാണ് ഈ ബിവൽ ഗിയേഴ്സ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ ദ ലോങ് ഗിയർ ഷാഫ്റ്റ് ആൻഡ് 2 സ്പൂൾ ഷാഫ്റ്റ്സ് ഹാവിങ് 1 ബിവൽ ഗിയർ ഈച്ച്. അപ്പോൾ ഈ റിബൺ ഫീഡ് പോൾ ആക്ട്സ് ഓൺ ദ ബിവൽ ഗിയേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് മേ ഓൾസോ ബി കോൾഡ് ആസ് റിബൺ റാച്ചറ്റ് വീൽ. അപ്പോൾ ഈ റിബൺ ഫീഡ് പോളിൻ്റെ മറ്റൊരു പേരാണ് റിബൺ റാച്ചറ്റ് വീൽ എന്ന് പറയുന്നത്. ഈ ബിവൽ ഗിയേഴ്സ് റിബണിൻ്റെ ലെങ്ത് വൈസ് മൂവ്മെൻറ്റിന് കാരണമാണ്. വെൻ ദ ലോങ് ഗിയർ ഷാഫ്റ്റ് റൊട്ടേറ്റ്സ്, ഈ ലോങ് ഗിയർ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പം 2 ബിവൽ ഗിയേഴ്സും റൊട്ടേറ്റ് ചെയ്യും. അതായത് ഈ ലോങ് ഗിയർ ഷാഫ്റ്റിലുള്ള 2 ബിവൽ ഗിയേഴ്സും റൊട്ടേറ്റ് ചെയ്യും. ദ സൈഡ് അറ്റ് വിച്ച് ദ ബിവൽ ഗിയർ ഓഫ് ദ ലോങ് ഗിയർ ഷാഫ്റ്റ് ആൻഡ് ദ ബിവൽ ഗിയർ ഓഫ് സ്പൂൾ ഷാഫ്റ്റ് ഈസ് contact collects the ribbon. The movement of the long gear shaft is caused by the toothed wheel attached to the mainspring drum. അതായത് ഈ ലോങ് ഗിയർ ഷാഫ്റ്റിൻ്റെ മൂവ്മെൻറ്റിന് കാരണം മെയിൻസ്പ്രിങ് ഡ്രമ്മിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടൂത്ത്ഡ് ആയിട്ടുള്ള വീലാണ്. അടുത്തത് സ്പൂൾ ഷാഫ്റ്റ്. In some machines, spools on the top of the spool shaft. This shaft are vertical and horizontal in different models. In other models, spool shaft is not there and the spools are fixed on the bevel gear or ribbon ratchet wheel. അതായത് ഈ റിബൺ ഷാഫ്റ്റ് എന്ന് പറയുന്നത് റിബൺ സ്പൂൾസ് അറ്റാച്ച് ചെയ്യുന്ന പ്ലേസ് ആണ് സ്പൂൾ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ടാബ്ലേറ്റർ സ്റ്റോപ്പ്. ഫോർ ഈച്ച് ഡിഗ്രി, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്, ഒന്നും കൂടി വായിക്കാം. ടാബ്ലേറ്റർ സ്റ്റോപ്പ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ടാബ്ലേറ്റർ റാക്ക് ഓഫ് ദ മെഷീൻ. വെൻ ദ ടാബ്ലേറ്റർ ഈസ് പ്രസ്ഡ് ദ കാരേജ് ഡാഷസ് ടുവാർഡ്സ് ലെഫ്റ്റ് until such time the tabulator stop set comes in contact. The stops can be set key by depressing set key at the degree at which we want to stop the carriage. Similarly, the stops that are already set can be cleared by pressing the clear key at that particular degree. ഇതൊക്കെ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒന്നുകൂടി വായിക്കാം, ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കിട്ടട്ടെ. Tabulator is used for typing statistical matters. Before setting the tabulator stop, the typist should first clear all the tabulator stops already set. Thereafter, the carriage must be taken to the particular degree to be set and then the set key must be pressed. Now, whenever the tabulator is pressed, the carriage will stop at the degree at which stops are set. Backspace pole. Whenever the backspace is pressed, the backspace pole acts on the escapement wheel and moves it towards the right 1 degree. അതായത് നമ്മൾ ബാക്ക് സ്പേസർ പ്രസ് ചെയ്യുമ്പോൾ ഈ ബാക്ക് സ്പേസ് പോള് എസ്കേപ്മെൻറ്റ് വീലിൽ ആക്ട് ചെയ്യുകയും ഇതിന് കാരേജിന് 1 ഡിഗ്രി റൈറ്റിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. കോൺസിക്വൻ്റ്ലി ദ പീനിയൻ വീൽ ആൻഡ് ദ കാരേജ് റാക്ക് റെസ്റ്റിംഗ് ഓൺ ദ പീനിയൻ വീൽ മൂവ്സ് ടുവാർഡ്സ് റൈറ്റ് ബൈ 1 ഡിഗ്രി അലോങ് വിത്ത് ദ കാരേജ്. അപ്പോൾ ഈ കാരേജ് 1 ഡിഗ്രി റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ പീനിയൻ വീൽ 1 ഡിഗ്രി റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അടുത്തത് ലൈൻ സ്പേസ് പോളാണ്.
Whenever line space and carriage return lever is operated, the line space pole acts on the cylinder ratchet wheel and rotates the cylinder to the distance as adjusted by the line space adjusting lever. അപ്പോൾ ഈ ലൈൻ സ്പേസ് പോൾ എന്ന് പറയുന്നത് ലൈൻ സ്പേസ് അല്ലെങ്കിൽ കാരേജ് റിട്ടേൺ ലിവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ സിലിണ്ടർ റാച്ചറ്റ് വീലിലേക്ക് ഈ ലൈൻ സ്പേസ് പോൾ ആക്ട് ചെയ്യുകയും സിലിണ്ടറിനെ എത്ര ഡിസ്റ്റൻസിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് തിരിക്കുകയും ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് സിലിണ്ടർ റാച്ചറ്റാണ്. സിലിണ്ടർ റാച്ചറ്റ് ഈസ് എ ടൂത്ത്ഡ് വീൽ ഫിക്സഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സിലിണ്ടർ. സിലിണ്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ടൂത്ത്ഡ് ആയിട്ടുള്ള ഒരു വീലാണ് സിലിണ്ടർ റാച്ചറ്റ് എന്ന് പറയുന്നത്. ഇൻ മോഡൽസ് വേർ ദ ലൈൻ സ്പേസ് ലിവർ ഈസ് ഓൺ ദ റൈറ്റ് സൈഡ്, ദ റാച്ചറ്റ് വീൽ ഓൾസോ ഓൺ ദ റൈറ്റ് സൈഡ്. അതായത് ഈ ലൈൻ സ്പേസ് എവിടെയാണോ അവിടെ ആയിരിക്കും ഈ സിലിണ്ടർ റാച്ചറ്റ് വീൽ ഉണ്ടാവുക. സാധാരണ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുന്നത്. ചില മോഡലിൽ റൈറ്റ് സൈഡിലാണ് ഈ ലൈൻ സ്പേസ് ലിവർ എങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും സിലിണ്ടർ റാച്ചറ്റ് ഉണ്ടാവുക. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടീത്ത് ഈസ് ഇക്വലൻറ്റ് ടു 1 space ഇൻ പ്രീവിയസ് മോഡൽ ആൻഡ് നൗ ഇറ്റ് ഈസ് ഹാഫ് സ്പേസ്. അതായത് ഓരോ ടൂത്തിൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ മോഡലിൽ 1 space ആയിരുന്നു, ഇപ്പോൾ ഹാഫ് സ്പേസ് ആണ്. വെൻ ദ വേരിയബിൾ ലൈൻ സ്പേസർ ഈസ് യൂസ്ഡ്, കോണ്ടാക്ട് ബിറ്റ്വീൻ റാച്ചറ്റ് ആൻഡ് ദ സിലിണ്ടർ സീസ്ഡ്, ദ സിലിണ്ടർ വിൽ റൊട്ടേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. അതായത് വേരിയബിൾ ലൈൻ സ്പേസർ ഉപയോഗിക്കുമ്പോൾ സിലിണ്ടർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഡിറ്റൻ, ദ ഡിറ്റൻ റോളർ ഈസ് അണ്ടർ ദ സിലിണ്ടർ റാച്ചറ്റ് വീൽ. സിലിണ്ടർ റാച്ചറ്റ് വീലിൻ്റെ താഴെയായിട്ടാണ് ഡിറ്റൻ റോളർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദ ഡിറ്റൻ റോളർ വിൽ നോട്ട് അലോ ഫ്രാക്ഷൻ സ്പേസ് ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ടു ഗെറ്റ് ആക്ച്വൽ സ്പേസ് ബിറ്റ്വീൻ ടീത്ത്. അപ്പോൾ ഈ ഡിറ്റൻ റോളർ ഫ്രാക്ഷൻ സ്പേസ് അലോ ചെയ്യില്ല, ആക്ച്വൽ സ്പേസ് റെസ്പോൺസിബിൾ ആണ് ഈ ഡിറ്റൻ എന്ന് പറയുന്നത്. വെൻ ദ ഡിറ്റൻ റിലീസ് ലിവർ ഈസ് ഓപ്പറേറ്റഡ്, ദി സിലിണ്ടർ ക്യാൻ ബി റൊട്ടേറ്റഡ് ടു any fraction of space and is in this case both the cylinder and cylinder ratchet will rotate together. അതായത് ഈ വേരിയബിൾ ലൈൻ സ്പേസർ ഉപയോഗിക്കണമെങ്കിൽ ഈ ഡിറ്റൻ റിലീസ് ലിവർ ഓപ്പറേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് വേരിയബിൾ ലൈൻ സ്പേസർ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കാരേജ് ടെൻഷൻ അടുത്തത് നോക്കാം. കാരേജ് ടെൻഷൻ ക്യാൻ ഓൾസോ ബി കോൾഡ് മെയിൻ സ്പ്രിംഗ് ടെൻഷൻ. മെയിൻ സ്പ്രിംഗ് ടെൻഷൻ എന്നും കാരേജ് ടെൻഷൻ അറിയപ്പെടുന്നു. കാരേജ് ടെൻഷൻ ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു ദ കാരേജ് ബൈ മീൻസ് ഓഫ് ഡ്രോ കോഡ് ഓർ ഡ്രോ ബാൻഡ്. അപ്പോൾ ഈ കാരേജ് ടെൻഷൻ കാരേജിലേക്ക് കൊണ്ടുവരുന്നത് ഡ്രോ കോഡാണ്. വെൻ ദ കാരേജ് ടെൻഷൻ ഈസ് മോർ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ജർക്കി മൂവ്മെൻറ്റ്. അതായത് കാരേജ് ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ജർക്കി മൂവ്മെൻറ്റിന് കാരണമാണ്. വെൻ ദ കാരേജ് ടെൻഷൻ ഈസ് ലോ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ സ്ലഗിഷ് മൂവ്മെൻറ്റ് ഓഫ് ദ കാരേജ്. അപ്പോൾ ഈ സ്ലഗിഷ് മൂവ്മെൻറ്റും ജർക്കി മൂവ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കാരേജ് ടെൻഷൻ മെയിൻ സ്പ്രിംഗ് ടെൻഷൻ കൂടുതലാണെങ്കിൽ ജർക്കി മൂവ്മെൻറ്റും കുറവാണെങ്കിൽ സ്ലഗിഷ് മൂവ്മെൻറ്റും ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. വെൻ ദ പ്രഷർ ഓഫ് ക്യാരക്ടർ കീ ടെൻഷനാണ്. വെൻ ദ പ്രഷർ ഓൺ ദ ക്യാരക്ടർ കീ ഇസ് റിമൂവ്ഡ് ആഫ്റ്റർ ഓപ്പറേഷൻ, character key resumes its original position. This is happening because of the spring fitted by the key lever and is called individual key tension. അതായത് ഓരോ ഓപ്പറേഷന് ശേഷം ആ കീയിലുള്ള പ്രഷർ റിമൂവ് ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ കീ അതിൻ്റെ അതാത് സ്ഥാനത്തിലേക്ക് വരും. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഓരോ കീയിലേക്കും ഓരോ കീ ലിവറിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന സ്പ്രിങ് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതിനെ ഇൻഡിവിജ്വൽ കീ ടെൻഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമുക്കറിയാം ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ പ്രസ് ചെയ്യും, അപ്പോൾ ആ ഒരു ടൈപ്പ് ബാറിൽ ഒരു പ്രത്യേക ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ കൊണ്ടാണ് അത് പോയിട്ട് എന്താവുന്നത് ഇംപ്രഷൻ തരുന്നത്. അപ്പോൾ ആ ഒരു പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ ഒരു സ്പ്രിങ് ഫിറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്, കീ ലിവറിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇതിനെയാണ് ഇൻഡിവിജ്വൽ കീ ടെൻഷൻ എന്ന് പറയുന്നത്. അടുത്തത് ടൈപ്പ് ബാസ്ക്കറ്റ്. ടൈപ്പ് ബാസ്ക്കറ്റ് കൺസിസ്റ്റസ് ഓഫ് സെഗ്മെൻറ്റ്, ടൈപ്പ് ബാർസ്, ടൈപ്പ് ഗൈഡ് ആൻഡ് ടൈപ്പ് ബാർ കുഷ്യൻ. അപ്പോൾ ടൈപ്പ് ബാസ്ക്കറ്റിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ
സെഗ്മെൻ്റ് ഉണ്ട്, ടൈപ്പ് ബാർസ് ഉണ്ട്, ടൈപ്പ് ഗൈഡ് ഉണ്ട്, ടൈപ്പ് ബാർ കുഷ്യൻ ഉണ്ട്. ഇനി നമുക്ക് സെഗ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഈ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ദ ഷേപ്പ് ഓഫ് ദ സെഗ്മെൻറ്റ് ഈസ് സെമി സർക്കുലർ വിത്ത് സ്ലോട്ട്സ്. ടൈപ്പ് ഗൈഡ് ഈസ് ഫിറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സെഗ്മെൻറ്റ്. ടൈപ്പ് ഗൈഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് സെഗ്മെൻറ്റിൻ്റെ ടോപ്പിലാണ്. സെഗ്മെൻറ്റ് സ്ലോട്ട്സ്. ദർ ആർ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇക്വലൻറ്റ് ടു ദ നമ്പർ ഓഫ് ടൈപ്പ് ബാർസ് ഇൻ segment. Each type bar is hinged in the slot of the segment. The heel of the type bar enters into the slot of the segment while striking against the cylinder. അപ്പോൾ സെഗ്മെൻറ്റ് സ്ലോട്ട്സ് എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് സെഗ്മെൻറ്റ് സ്ലോട്ട്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈപ്പ് ബാർസിന് ഈക്വൽ ആണ്. ഓരോ ടൈപ്പ് ബാറും ഓരോ സ്ലോട്ടിൽ സെഗ്മെൻറ്റ് സ്ലോട്ടിൽ ഹിഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹീൽ ഓഫ് ദ ടൈപ്പ് ബാർ സ്ലോട്ടിലേക്ക്, അതായത് സെഗ്മെൻറ്റിൻ്റെ സ്ലോട്ടിലേക്ക് വരുമ്പോൾ അവിടെ സിലിണ്ടറിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്ട്രൈക്കിംഗ് ഉണ്ടാവും. സെഗ്മെൻറ്റ് സ്ലോട്ട്സ് ഷുഡ് ബി ഓയിൽഡ് ആൻഡ് dust should not be allowed to collect. This will hamper the free movement of the type bar. Segment slots must be cleaned only with petrol. അപ്പോൾ ഈ സെഗ്മെൻറ്റ് സ്ലോട്ട്സ് ക്ലീൻ ചെയ്യേണ്ടത് പെട്രോൾ ഉപയോഗിച്ചിട്ടാണ്. Segment wire binds all type bars. It otherwise called fulcrum wire. It is in the same semicircular shape behind the segment. ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൻ്റെ ബാക്കിലായിട്ട് കാണപ്പെടുന്ന സെമി സർക്കുലർ ഷേപ്പിൽ തന്നെയുള്ള ഒരു ഇതാണ് സെഗ്മെൻറ്റ് വയർ എന്ന് പറയുന്നത്. ഈ സെഗ്മെൻറ്റ് വയർ എല്ലാ ടൈപ്പ് ബാർസിനെയും ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫൽക്രം വയർ. അടുത്തത് ടൈപ്പ് ബാർ കുഷ്യൻ. Type bar cushion helps to reduce the noise when the type bars return after striking the cylinder. The type bars are resting on the type bar cushion. Type bar cushion prevents injury to the type bars. അപ്പോൾ ഈ ടൈപ്പ് ബാർ കുഷ്യൻ്റെ ഫങ്ഷൻസ് ആണ് അത് നോയ്സ് റെഡ്യൂസ് ചെയ്യും. അതായത് ഓരോ ടൈപ്പ് ബാറും സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് റിട്ടേൺ ചെയ്യും. അപ്പോൾ അതിന് അങ്ങനെയുള്ള സൗണ്ട് അങ്ങനെ തിരിച്ചു വന്നിട്ട് അതേ സ്ഥാനത്ത് നിൽക്കുമ്പോഴുള്ള സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാം. ഈ ടൈപ്പ് ബാർസ് റെസ്റ്റ് ചെയ്യുന്നത് ടൈപ്പ് ബാർ കുഷ്യനിലാണ്. ടൈപ്പ് ബാർ കുഷ്യൻ പ്രിവെൻറ്റ്സ് ഇഞ്ചുറി ടു ദ ടൈപ്പ് ബാർസ്. ടൈപ്പ് ബാർസിന് ഇഞ്ചുറിയിൽ നിന്നും സംരക്ഷിക്കുന്നത് ടൈപ്പ് ബാർ കുഷ്യനാണ്. ഇനി ബെൽ മെക്കാനിസം എന്താണെന്ന് നോക്കാം. ബെൽ മെക്കാനിസം വാണ്ട്സ് ദ ഓപ്പറേറ്റർ ദാറ്റ് ദ ലൈൻ ഓഫ് റൈറ്റിംഗ് ഈസ് റീച്ചിങ് the end, so as to help him to maintain right hand margin to the extent possible. When the right marginal stop comes in contact with the bell hammer or bell strip causes bell action. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ബെൽ മെക്കാനിസം എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡ് മാർജിനൽ സ്റ്റോപ്സ് വരാനായി എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ബെൽ മെക്കാനിസം ആ ഒരു ഓപ്പറേറ്ററിനെ ആ ലൈനിൻ്റെ എൻഡ് എത്തി എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അതായത് ആ റൈറ്റ് ഹാൻഡ് മാർജിൻ കറക്റ്റായിട്ട് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നതിനാണ് ഇത് സഹായിക്കുന്നത്. ഇനി ലൈൻ ലോക്ക് പ്ലേറ്റ്. റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ കോസിങ് ലൈൻ ലോക്ക് ആക്ഷൻ. ലൈൻ ലോക്ക് ആക്ഷന് കാരണമായിട്ടുള്ളത് റൈറ്റ് മാർജിനൽ സ്റ്റോപ്സ് ആണ്. ദ ലൈൻ ലോക്ക് പ്ലേറ്റ് മേക്സ് ദ ക്യാരക്ടർ കീ inoperative. This enables the operator to get the feeling that he will not be in a position to type further without taking the next line of writing. അപ്പോൾ ഈ റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് എത്താനായി എന്നുള്ള ആ ഒരു ബെൽ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഓപ്പറേറ്ററിൻ്റെ മനസ്സിൽ വരുന്നത് അടുത്ത ലൈനിലേക്ക് പോകാനുള്ള സമയമായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ലൈൻ ലോക്ക് ആക്ഷൻ പൈലിംഗ് ഓഫ് ലെറ്റേഴ്സ് അതിന് പ്രിവെൻറ്റ് ചെയ്യും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പൈലിംഗ് എന്താണ്, അതായത് ഒരക്ഷരത്തിന് മുകളിൽ മറ്റൊരു അക്ഷരം പതിയുന്നതിനെയാണ് ഈ പൈലിംഗ് എന്ന് പറയുന്നത്. ഇത് ലൈൻ ലോക്ക് ആക്ഷൻ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് പതിയുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പ് കീപ് ദ മെയിൻ്റനൻസ്, അതായത് ഓരോ ഡിഫക്ട്സ് അതിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ലാസ് തീരുന്നതാണ്. അപ്പോൾ ഇതും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ജർക്കി മൂവ്മെൻറ്റിന് നമുക്ക് എങ്ങനെ അതിനെ റെക്ടിഫൈ ചെയ്യാം. റെഡ്യൂസ് ദ മെയിൻ സ്പ്രിംഗ് ടെൻഷൻ, റീപ്ലേസ് വോൺ ഔട്ട് ഡോഗ്സ്, എസ്കേപ്മെൻറ്റ് വീൽ, പിനിയൻ വീൽ ആൻഡ് കാരേജ് റാക്ക്. അതായത് ജർക്കി മൂവ്മെൻറ്റിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ സ്പ്രിംഗ് ടെൻഷൻ കുറയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഡോഗ്സിൻ്റെ എസ്കേപ്മെൻറ്റ് വീലിനെയും പിനിയൻ വീലിനെയും കാരേജ് റാക്കിൻ്റെയും ഏതെങ്കിലും ഒരു ടീത്ത്
വോൺ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുക. സ്ലഗിഷ് മൂവ്മെൻറ്റ്, ഇൻക്രീസ് ദ മെയിൻ സ്പ്രിംഗ് ടെൻഷൻ, റിമൂവ് ദ എക്സസ് ഓഫ് ഓയിൽ ഇൻ ദ വെയർ ഔട്ട് ചാനൽ ഓർ കാരേജ് റെയിൽസ്. അതായത് സ്ലഗിഷ് മൂവ്മെൻറ്റ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ സ്പ്രിംഗ് ടെൻഷൻ കൂട്ടുക. പിന്നെ അതുപോലെ തന്നെ ഈ വെയർ ഔട്ട് ചാനലും കാരേജ് റെയിൽസിലുള്ള എക്സസ് ഓയിൽ റിമൂവ് ചെയ്യുക. റിബൺ ഗെറ്റ്സ് വോൺ ഔട്ട് ക്വിക്ക്ലി. അപ്പോൾ ഈ റിബണ് പെട്ടെന്ന് തന്നെ തേഞ്ഞ് തീർന്നു പോവുക. അതിന് ചെക്ക് വെദർ ദർ ഇസ് പ്രോപ്പർ ലെങ്ത് വൈസ് മൂവ്മെൻറ്റ്, കറക്റ്റായിട്ടുള്ള ലെങ്ത് വൈസ് മൂവ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. സിലിണ്ടർ ഗെറ്റിംഗ് ഡാമേജ്ഡ്, അതായത് സിലിണ്ടർ ഡാമേജ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിംഗ് ഷീറ്റ്സ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഹാർഡ് ടച്ച് അവോയ്ഡ് ചെയ്യുക. ടൈപ്പ് ഗെറ്റിംഗ് സ്പോയിൽഡ്, അതായത് ഈ ടൈപ്പ് ബാറിലുള്ള ടൈപ്പ് സ്പോയിലായി പോവുക, നശിച്ചു പോവുക. അത് ചെക്ക് വെദർ ദ സിലിണ്ടർ ഈസ് ഹാർഡ്, ഇഫ് സോ അറേഞ്ച് ടു ചേഞ്ച്, അവോയ്ഡ് ഹാർഡ് ടച്ച്. അപ്പോൾ സിലിണ്ടർ ഹാർഡാണെങ്കിൽ ആ സിലിണ്ടർ മാറ്റുക, അതുപോലെ തന്നെ ഹാർഡ് ടച്ച് കൊടുക്കാതിരിക്കുക. ഇറഗുലർ ലൈൻ സ്പേസിങ്, വോൺ ഔട്ട് ലൈൻ സ്പേസ് പോൾ മസ്റ്റ് ബി ചേഞ്ച്ഡ്. ഇറഗുലർ ലൈൻ സ്പേസിങ് ആണെങ്കിൽ അവിടെ വോൺ ഔട്ട് ആയിട്ടുള്ള ലൈൻ സ്പേസ് പോള് ചേഞ്ച് ചെയ്യുക. ഇംപ്രോപ്പർ ഫീഡിങ്, വോൺ ഔട്ട് ഫീഡ് റോളേഴ്സ് ടു ബി റീപ്ലേസ്ഡ്. അതായത് കറക്റ്റായിട്ട് പേപ്പർ ഫീഡ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഫീഡ് റോളേഴ്സ് തേഞ്ഞു പോയിട്ടുണ്ടാവും, അത് മാറ്റിയിടുക. ബാഡ് അലൈൻമെൻറ്റ്, വോൺ ഔട്ട് ടൈപ്പ് ഗൈഡ് to be replaced, type bar must be checked, rhythmic touch to be adopted, improper use of shift key must be avoided. അപ്പോൾ ബാഡ് അലൈൻമെൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് വോൺ ഔട്ട് ആയിട്ടുള്ള ടൈപ്പ് ഗൈഡ് റീപ്ലേസ് ചെയ്യുക, ടൈപ്പ് ബാർസ് ചെക്ക് ചെയ്യുക, പിന്നെ റിതമിക് ടച്ച് അഡോപ്റ്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഇംപ്രോപ്പർ ഷിഫ്റ്റ് കീസ് അവോയ്ഡ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടൈപ്പ് റൈറ്ററിലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിൻ്റെ പാർട്സും അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും മൊത്തം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.